CA ഫൈനൽ നവംബർ 21 എക്സാമിലേക്കുള്ള ലോയിലുള്ള അമെൻമെന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ നമുക്ക് എക്കണോമിക് ലോ, സെക്യൂരിറ്റി ലോയിലുള്ള അമെൻമെന്റ്സ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അമെൻമെന്റ്സിന്റെ സെക്കൻഡ് സെഷൻ ആണ്. ഫസ്റ്റ് സെഷനിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് റിഗാർഡിംഗ് കമ്പനി ലോ. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് എക്കണോമിക് ലോയിലും സെക്യൂരിറ്റി ലോയിലും വന്ന അമെൻമെന്റ്സ് ആണ്. ദിസ് ടൈം കമ്പനി ലോനേക്കാൾ കൂടുതൽ അമെൻമെന്റ്സ് ഉള്ളത് സെക്യൂരിറ്റി ലോ, എക്കണോമിക് ലോയിലാണ്. അതിൽ തന്നെ മേജർ ഏരിയ നമ്മളെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലും IBCയിലും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിലാണ് മേജർ അമെൻമെന്റ്സ് ഉള്ളത്. IBCയിൽ ഒരു പുതിയൊരു ചാപ്റ്റർ തന്നെ ആഡ് ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ, നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോണ മെറ്റീരിയൽ ICAയുടെ സൈറ്റിൽ തന്നെ ICA ഇറക്കിയിട്ടുള്ള റെലവൻറ്റ് അമെൻമെന്റ്സ് ഫോർ നവംബർ 21 എക്സാം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഒരുപാട് പേജസ് ഉണ്ട്. പക്ഷെ ഈ കാണുന്ന ഇത്രയും പേജസ് സംഭവങ്ങൾ ഇത് ഫുള്ള് അമെൻമെന്റ്സ് അല്ല. അവര് ഒരു ടോപ്പിക്കിലെ റൂൾസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ റൂൾസ് ഒക്കെ മെൻഷൻ ചെയ്തപ്പോൾ, മെറ്റീരിയൽ മെൻഷൻ ചെയ്തപ്പോൾ അവർ ഫുൾ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇത് മൊത്തം നമുക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ഇപ്പോൾ എത്ര, ഏകദേശം 28 പേജ് ഫുൾ നമുക്ക് പഠിക്കാനല്ല. ചില ടോപ്പിക്സിലൊക്കെ അമെൻമെന്റ് വളരെ കുറച്ചേ ഉള്ളൂ. നോക്കാം നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെക്യൂരിറ്റി ലോ, അതിന് മുന്നേ വേറെ സംഭവം. നമ്മൾ ഇത് ഈ പോർഷൻ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതോടെ അത് ഈ സൈഡിൽ ഇവിടെ ഫുള്ള് ഡിസ്കസ് ചെയ്ത് പോയപ്പോൾ ഈ കുറച്ച് പോർഷൻ ഞാനിവിടെ എക്കണോമിക് ലോ, സെക്യൂരിറ്റി ലോന്റെ പോർഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഈ കുറച്ച് പോർഷൻ അവിടെ പറയാൻ വിട്ടുപോയ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. നമ്മളൊരു ഓപ്സാറ്റ് ID ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഒരു എക്സാമിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ടോപ്പിക് ഉണ്ടായിരുന്നത്. അതിൽ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ്, an individual who has obtained a score of not less than 50% in aggregate in the online proficiency self-assessment test shall be deemed to have passed such test. 50%. ഇവിടെ ചെറിയൊരു അമെൻമെന്റ് ഉണ്ട്. പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് ഓപ്സാറ്റിൽ 60% ആയിരുന്നു പാസ് റിക്വയർഡ്, ഇപ്പോൾ അത് 50% മതി എന്നുള്ളത്. പാസ് പെർസെൻറ്റേജ് കുറച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ CA സ്റ്റുഡൻസിന് നമ്മൾ പാസ് പെർസെൻറ്റേജ് കുറച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലൂടെ മൊത്തം പാസ് ആവണ ആൾക്കാരെ എണ്ണം കുറച്ചു, അതല്ല ഇവിടെ പറഞ്ഞുകൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞുകൊടുക്കുന്നത് മാർക്സിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. പണ്ട് 60% വേണമായിരുന്നു ഓപ്സാറ്റ് എക്സാം പാസ് ആവാൻ, ഇപ്പൊ അത് 50 ആക്കിയിട്ടുണ്ട്. ദാറ്റ് വാസ് വൺ സ്മോൾ അമെൻമെന്റ് ദാറ്റ് ഹാപ്പൻഡ് ഓവർ ഹിയർ. 60 മാറ്റി 50 ആക്കി. പിന്നെ എക്സാം എഴുതാൻ ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാൻ പറ്റും എന്നുള്ളതൊക്കെ ദാറ്റ് വാസ് ദെയർ ഓൾറെഡി. അപ്പോൾ അതൊരു ചെറിയ ടോപ്പിക് നമ്മളെ കമ്പനി ലോയിലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു. ഓക്കെ, നൗ വി ഡയറക്ട്ലി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് സെക്യൂരിറ്റി ലോ. സെക്യൂരിറ്റി ലോയില് സെബിയില് ചെറിയൊരു അമെൻമെന്റ്, ഈ ഒരു പാരഗ്രാഫ്, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എക്കണോമിക് ലോസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പറയണത് എന്താ, നൗ സെബി റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് ബീങ് ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ 12. അത് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ലായിരുന്നു. നമ്മൾ സിലബസിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് കുറച്ച് ആൾക്കാർ ആരൊക്കെയാണ് സെബി റെഗുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിലും തന്നിട്ടുണ്ട്. പേജ് നമ്പർ 2.12 സെബി ആരൊക്കെ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കമ്പനീസ് ആക്ടിലും മറ്റു ടോപ്പിക്കിലൊക്കെ ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ആൾക്കാർ ആരൊക്കെയാണ്, ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വലുതായി പോകണം, അണ്ടർലൈൻ ചെയ്യാം, മെർച്ചന്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, പിന്നെ ആരൊക്കെയുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരൊക്കെ സെബി റെഗുലേറ്റ് ചെയ്യും. ഇപ്പോ ഇവിടെ കൂടി ആഡ് ചെയ്തു. രണ്ട് ടൈപ്പ് ബിസിനസ് കൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സെബിയുടെ പെർമിഷൻ വേണ്ടി വരും, സെബിയുടെ അടുത്ത് രജിസ്ട്രേഷൻ വേണ്ടി വരും. അതാണ് ഈ സെന്റൻസ് പറയുന്നത്. ബിലോ പ്രൊവിഷൻ ഹാസ് ബീൻ ആഡഡ്. No person shall sponsor or cause to be sponsored or carry on or cause to be carried on the activity of alternate investment fund, business trust, unless a certificate of registration is granted by the board in accordance with the regulations made under this act. നിങ്ങൾക്ക് സെബിന്റെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടാതെ നിങ്ങൾക്ക് നോ പേഴ്സൺ ഷാൽ സ്പോൺസർ ഓർ ക്യാരി ഓൺ. സ്പോൺസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാനും പാടില്ല, അതിന്റെ പ്രൊമോട്ടർ ആവാൻ പാടില്ല, അങ്ങനത്തെ ഒരു ബിസിനസ് നിങ്ങൾ നടത്താനും പാടില്ല. എന്തൊക്കെയാ? ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ബിസിനസ് ട്രസ്റ്റ്. ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലുള്ള ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഒക്കെ ദേ ക്യാൻ എയ്തർ ബി ഇൻ ദി ഫോം ഓഫ് കമ്പനി, അല്ലെങ്കിൽ ട്രസ്റ്റ്, അല്ലെങ്കിൽ LLP. ഇവര് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ഫണ്ട് പൂൾ ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെ ആ എമൗണ്ട് എൻറ്റിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അപ്പോൾ ഇവർക്കും ഇനി മുതൽ
സെബിൻ്റെ അടുത്ത് നിന്ന് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ ലിസ്റ്റിൽ 2 പേര് കൂടി ആഡ് ചെയ്തു. ബിസിനസ് ട്രസ്റ്റ്, ഇവിടെ റെഫറൻസ് കൊടുക്കുന്നത് ബിസിനസ് ട്രസ്റ്റ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 13A ഓഫ് ഇൻകം ടാക്സ് ആക്ട് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു റെഫറൻസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ബിസിനസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇവരൊക്കെയാണ് ബിസിനസ് ട്രസ്റ്റിന്റെ കാറ്റഗറിയിൽ വരിക. അപ്പോൾ അവർക്കും ഇനി മുതൽ സെബിയുടെ രജിസ്ട്രേഷൻ വേണം. ദാറ്റ് ഇസ് ദി അമെൻമെന്റ് ഇൻ സെബി. ദെൻ എക്കണോമിക് ലോസിലെ ഫസ്റ്റ് അമെൻമെന്റ് ഫെമേൽ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിൽ എവിടെ അമെൻമെന്റ് വന്നത്? എക്സ്പോർട്ട് റെഗുലേഷൻസിലാണ് അമെൻമെന്റ് വന്നത്. അപ്പോൾ എക്സ്പോർട്ട് റെഗുലേഷൻസ് നിയമപ്രകാരം നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും ഗുഡ്സോ സർവീസോ എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫോംസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് EDF, സോഫ്റ്റ് എക്സ് എന്നുള്ള കുറച്ച് ഫോംസ് ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ചില എക്സെപ്ഷൻസും പറയുന്നുണ്ട്. ചില സംഭവങ്ങൾ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് അയക്കുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ സാമ്പിൾസ് അയക്കണം ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ അങ്ങനെ എക്സെപ്ഷൻസ് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ചേഞ്ച് വന്നത് ഇൻ ദ പ്രിൻസിപ്പൽ റെഗുലേഷൻസ്, റെഗുലേഷൻ 4 സബ് റെഗുലേഷൻ EA ഫോളോയിങ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇതിൽ ചില ചേഞ്ചസ് വന്നു. എന്താ പറയുന്നത്? റീ എക്സ്പോർട്ട് ഓഫ് ലീസ്ഡ് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ ഓർ എൻജിൻസ്, ഓക്സിലറി പവർ യൂണിറ്റ്സ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതായിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തതല്ല, നമ്മൾ ലീസ് ചെയ്തതാണ്. ഇന്ത്യൻ ഇമ്പോർട്ടർ പുറത്തുനിന്ന് ഇങ്ങോട്ട് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ, എൻജിന്, ഓക്സിലറി പവർ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ലീസിൽ. ഈ സംഭവം നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്യണം, നമ്മൾ തിരിച്ചയക്കണം. വൈ ആർ വി സെൻഡിങ് ഇറ്റ് ബാക്ക്? ഒന്നെങ്കിൽ നമുക്ക് അവരെ ലീസ് ടേമിൽ പറഞ്ഞിട്ടുള്ള ലീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് കാര്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ലീസ് എഗ്രിമെന്റ് പ്രകാരമുള്ള പേയ്മെന്റ് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ കേസസിൽ അവിടെ നിന്നുള്ള ലെസ്സർ സാധനം തിരിച്ചെടുക്കണം, നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിച്ചയക്കുകയാണ്. അത് എക്സ്പോർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സീ. അപ്പോൾ ഇവിടെ ഈ പ്രൊവിഷൻസ് ഒക്കെ ആദ്യം ഉള്ളതാണ്. ഇവിടെ കുറച്ച് ടേംസ് ആഡ് ചെയ്തു. ദിസ് ഈസ് മെൻഷൻഡ് ഇൻ ആർ ടെക്സ്റ്റിലെ പേജ് നമ്പർ 1.53. അപ്പോൾ ഇവിടെയുള്ള അതേ വേർഡിങ്സ് ഞാനിവിടെ റീപ്രൊഡ്യൂസ് ചെയ്തതാണ്. പ്ലസ് ഞാനിവിടെ ബോൾഡിൽ എഴുതിയിട്ടുള്ളത് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ബോൾഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ EA പറയണത് എന്താ? റീ എക്സ്പോർട്ട് ഓഫ് ലീസ്ഡ് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റർ, എൻജിൻസ്, ഓക്സിലറി പവർ യൂണിറ്റ്സ്, ഈ വേർഡ് എയ്തർ കംപ്ലീറ്റ്ലി ഓർ ഇൻ പാർഷ്യലി നോക്ക് ഡൗൺ കണ്ടീഷൻ. നമ്മൾ തിരിച്ചയക്കുന്നത് ഒന്നെങ്കിൽ അങ്ങനെ ഫുള്ള് ആ യൂണിറ്റ് അതേപോലെ തിരിച്ചയക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അത് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ പോർഷൻസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയക്കാണ്. വാട്ട് എവർ, അതൊന്നും റീ എക്സ്പോർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല, എക്സ്പോർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. Repossessed by the overseas lessor and duly deregistered by the Directorate General of Civil Aviation. ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈ ചെയ്തു. നമ്മൾ അവിടുന്ന് കൊടുക്കുന്ന എയർക്രാഫ്റ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ റെസ്പെക്റ്റീവ് അതോറിറ്റിയുമായിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചയക്കായതുകൊണ്ട് നമ്മൾ അത് ഡീരജിസ്റ്റർ ചെയ്തു. ആ റെസ്പെക്റ്റീവ് അതോറിറ്റിയുമായിട്ട് ഡീരജിസ്റ്റർ ചെയ്തു. ഓൺ റിക്വസ്റ്റ് ഓഫ് irrevocable deregistration and export request authorization order under Cape Town Convention or ഇനി ഇവിടുന്ന് any other termination or cancellation of the lease agreement between the lessor and lessee. ലെസർ ഇന്ത്യക്ക് പുറത്തുള്ള ആള്, ലെസി ഇന്ത്യയിലുള്ള ആള്, നമ്മൾ ലീസിന് എടുത്തു, താൻ അപ്പോൾ തിരിച്ചയക്കാണ്. അവർ കോൺട്രാക്റ്റിൽ പറഞ്ഞ ടേംസ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് ടെർമിനേറ്റ് ചെയ്തു. വാട്ട് എവർ സംതിങ് ഹാപ്പൻ, ആ വന്ന പ്രൊഡക്റ്റ് നമ്മൾ ഒന്നെങ്കിൽ അതേപോലെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി നോക്ക് ഡൗൺ കണ്ടീഷൻസ് പീസസ് ആയിട്ട് നമ്മൾ തിരിച്ചയക്കാണ്. സബ്ജക്ട് ടു പെർമിഷൻ ഓഫ് മേലെ പറഞ്ഞ അതോറിറ്റി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഫോർ സച്ച് എക്സ്പോർട്സ്. അപ്പോൾ റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് ലീഗൽ കംപ്ലൈൻസ് ഒക്കെ നമ്മൾ കംപ്ലൈ ചെയ്ത് ഡീരജിസ്റ്റർ ചെയ്ത് സാധനം തിരിച്ചയക്കുക. അത് എക്സ്പോർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് റെഗുലേഷൻസ് ആപ്ലിക്കബിൾ ആവില്ല. ദാറ്റ് ഈസ് ദി അമെൻമെന്റ് ഇൻ ഫെമ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ എന്താ അമെൻമെന്റ് ഉള്ളത്? 2 അമെൻമെന്റ് ആണുള്ളത്. ഒന്ന്, we had a topic known as reporting entity. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി, ഈ സംഭവം നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ ഏരിയയിൽ അമെൻമെന്റ് വന്നു എന്ന് പറയുമ്പോൾ പഴയ ടോപ്പിക് എന്തായിരുന്നു നമ്മുടെ ടെക്സ്റ്റിൽ പറയണത്? പേജ് നമ്പർ 3.5 റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി മീൻസ് ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർമീഡിയറി ഓർ എ പേഴ്സൺ ക്യാരിയിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ. സംഭവം എന്താ? മണി ലോണ്ടറിങ് നോർമലി വാട്ട് ഇസ് മണി ലോണ്ടറിങ്? ബ്ലാക്ക് മണി വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ ബ്ലാക്ക് മണി വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ഏരിയ ബാങ്കിങ് ചാനലാണ്. ഇവിടെ നിന്നാണ് പലപ്പോഴും ബ്ലാക്ക് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണ ഒരു സോഴ്സ്. അപ്പോൾ ചില ആൾക്കാർ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ പറയുന്നുണ്ട് ഇവർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അവിടെ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു പേഴ്സൺ ക്യാരിയിങ് ഓൺ എനി ഡെസിഗ്നേറ്റഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മുടെ മെറ്റീരിയലിൽ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ, ഈ ഒരു സെന്റൻസേ പറയുന്നുള്ളൂ. പക്ഷേ ഈ പേഴ്സൺ ക്യാരിയിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതിന്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലുള്ള ഡെഫിനിഷൻ ഇറ്റ് ഇസ് ആസ് ഫോളോസ്. ഇത് ആക്ടിലുള്ള ഡെഫിനിഷൻ ആണ്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഈ അമെൻമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഡെഫിനേഷൻ നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഏരിയാസ്, എവിടെയൊക്കെയാണ് നോർമലി ബ്ലാക്ക് മണി വൈറ്റിലേക്ക് കൺവേർട്ട് ആവുന്ന ഏരിയാസ്? പേഴ്സൺ ക്യാരിങ് ഓൺ ആക്ടിവിറ്റീസ് ഓഫ് പ്ലേയിങ് ഗെയിംസ് ഓഫ് ചാൻസസ്, അതിൽ നമ്മൾ കസീനോ, ഇതൊക്കെ അതിൽ പെട്ടു. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ രജിസ്ട്രേഷൻ ആക്ട്, ലാൻഡിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഫുള്ള് ഇവിടെ വരിക. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സി ജി എന്നുള്ള ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. സി ജി നോട്ടിഫൈ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആവും. അവിടെ ഇപ്പൊ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ അമെൻമെന്റ്. ഈ ബോൾഡിൽ എഴുതിയത് ഇപ്പോൾ പുതിയ നോട്ടിഫൈഡ് ആണ്. ഡീലേഴ്സ് ഇൻ പ്രഷ്യസ് മെറ്റൽ, പ്രഷ്യസ് സ്റ്റോൺസ് ഓർ അതർ ഹൈ വാല്യൂ ഗുഡ്സ് ആസ് നോട്ടിഫൈഡ് ബൈ സി ജി എന്ന ആദ്യം ആക്ടിൽ ഉണ്ടായിരുന്നു. ഇവിടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സി ജി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോൾഡിലുള്ളതാണ് ഇപ്പോൾ ഉള്ള നമുക്കുള്ള അമെൻമെന്റ്. ലെറ്റ്സ് സി ഏതൊക്കെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് സി ജി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. സി ജി നോട്ടിഫൈസ് ദ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആസ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിംഗ് സർവീസ് ഇൻ റിലേഷൻ ടു സെയിൽ ഓർ പർച്ചേസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഹാവിംഗ് ആനുവൽ ടേൺ ഓവർ 20 lakh ഉള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസും ഇനി മുതൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതേപോലെ പ്രഷ്യസ് സ്റ്റോൺസ്, മെറ്റൽസ് ഇതിലൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ അവരും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇഫ് അവരെ ഒറ്റ ട്രാൻസാക്ഷനിൽ ഒരു പേഴ്സണുമായിട്ട് ഒറ്റ ട്രാൻസാക്ഷൻ മിനിമം 10 lakh rupees ക്യാഷിൽ നടന്നിട്ടുണ്ടെങ്കിൽ. റിമെമ്പർ, റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കേസിൽ നമ്മൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ 20 lakh എന്നുള്ളതല്ല പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ആ പേഴ്സന്റെ ആനുവൽ ടേൺ ഓവർ 20 lakh ഉണ്ടെങ്കിൽ അവർ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഇവിടെ ജ്വല്ലറി പീപ്പിളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ആനുവൽ ട്രാൻസാക്ഷന്റെ അല്ല, ആനുവൽ ടേൺ ഓവറിന്റെ അല്ല, ഒറ്റ ട്രാൻസാക്ഷൻ, ഒരാളുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. ഇറ്റ് ക്യാൻ ബി ഡൺ ഒരു ലംസം അമൗണ്ട് ഒറ്റ ട്രാൻസാക്ഷൻ ആയിട്ടാവാം, അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ട് നിങ്ങൾ പല ഇൻസ്റ്റാൾമെന്റ്സിൽ ചെയ്താവാം, വാട്ട് എവർ. ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ചെയ്തത്, മിനിമം 10 lakh rupees ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, 10 lakh rupees ഓർ മോറിന് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, നിങ്ങളിൽ നമ്മൾ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ സി ജി ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. CG hereby notifies dealers in precious metals, precious stones as persons carrying on designated business or professions if they engage in cash transactions with customer minimum 10 lakh rupees carried out in a single operation or in several operations that appear to be linked. ഒരേ പേഴ്സണുമായിട്ട് മൾട്ടിപ്പിൾ ഇൻസ്റ്റാൾമെന്റ്സിലുള്ള ഓപ്പറേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒറ്റ ഓപ്പറേഷനിലാവട്ടെ, ക്യാഷ് ട്രാൻസാക്ഷൻ 10 lakh rupees ഓർ മോർ നിങ്ങൾ ഡീൽ ചെയ്താൽ നിങ്ങളും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ ഡെഫിനിഷനിൽ വരും എന്ന് ഇപ്പോൾ പുതിയതായിട്ട് സി ജി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വൺ അമെൻമെന്റ് ഇൻ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ബട്ട് അഗെയിൻ നമ്മൾ സിലബസിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. നമ്മൾ മെറ്റീരിയൽ ആകെ പറയുന്നത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്റർമീഡിയറി, പേഴ്സൺ ക്യാരിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് പ്രൊഫഷൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ പേഴ്സൺ ക്യാരിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ അതിന്റെ ഡെഫിനിഷനിലുള്ള സി ജിക്ക് ഇവരെ നോട്ടിഫൈ ചെയ്യാം എന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റിലും ഈ പ്രഷ്യസ് മെറ്റലും സ്റ്റോൺസിലും ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ദി അമെൻമെന്റ്. ഞാൻ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് തരാം. അതെങ്ങനെ ഷെയർ ചെയ്യാം, ലെറ്റ് മീ വർക്ക് ഇറ്റ് ഔട്ട്. ഞാൻ മേ ബി ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ മെറ്റീരിയൽ വരില്ല. മേ ബി വിതിൻ 2 days or സംതിങ്. അല്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ ഇഫ് യു ഫീൽ ദാറ്റ് മെറ്റീരിയൽ ഇസ് റിക്വയർഡ് ഞാനപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ബാക്കി ഇവിടെ ഉള്ള നമ്മുടെ ഐസിയുടെ സൈറ്റിലുള്ള ഈ മെറ്റീരിയലിലെ വേർഡിങ്സ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ ഈ 2 പോയിന്റ്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അവരെ 20 lakh rupees ആനുവൽ ടേൺ ഓവർ 20 lakh rupees ഓർ അബവ് അവര് പേഴ്സൺസ് ക്യാരിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യും എന്ന് ഇവരാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തത്. അതേപോലെ പ്രഷ്യസ് മെറ്റൽസ്, പ്രഷ്യസ് സ്റ്റോൺസ് ഇവര് ഇഫ് ദേ എൻഗേജ് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്, റിമെമ്പർ ഓക്കെ വി ടോക്കിംഗ് അബൌട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് വിത്ത് a customer, ഒരു കസ്റ്റമറായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ 10 lakh rupees or more carried out in a single operation or several operations, ഇവരും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്നുള്ള പേഴ്സൺസ് ഇവിടെ പോയി ക്യാരിങ് ഓൺ ഡെസിഗ്നേറ്റഡ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള ഈ കാറ്റഗറിയിൽ നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഇവരും ഇനി മുതൽ റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദെൻ another amendment that came in Prevention of Money Laundering Act
കുറേ ഡീറ്റെയിൽ ആയിട്ട് വലിയ സാധനം പറയുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ട് എന്താ സംഭവം പറഞ്ഞുതരാം. നമ്മൾ പേജ് നമ്പർ 3.12 ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി ബൈ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. നമ്മൾ ഈ KYC, നോ യുവർ കസ്റ്റമർ എന്നുള്ള ഒരു കോൺസെപ്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കസ്റ്റമറിന്റെ ഐഡന്റിറ്റി എങ്ങനെ യു ക്യാൻ അസർട്ടൈൻ ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതിന് one of the option mentioned over there is authentication. ഏത്? under Aadhaar Act. Reporting entity is a banking company. Every reporting entity shall verify the identity of clients or beneficial owner by, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്, മെത്തേഡ്സ് പറയുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഇസ് ആധാർ. ആധാർ കാർഡ്. അപ്പോൾ ഈ ആധാർ കാർഡിന്റെ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള പവർ നിയമത്തിൽ, ഓൺലൈൻ വെരിഫിക്കേഷൻ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് ഈ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത്, ഇപ്പോൾ വിനോദ്, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആധാർ കാർഡ് വേണം. അപ്പം അങ്ങനെ ആധാറിന്റെ നമ്മൾ പല ആൾക്കാർക്ക് നമ്മൾ ആധാർ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇതിൽ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ വെരിഫിക്കേഷൻ നടത്താൻ നിയമത്തിൽ പവർ കൊടുത്തിട്ടുള്ളത് ബാങ്ക്സിന് മാത്രമാണ്. ബാങ്കിന് മാത്രമേ ഓൺലൈൻ വെരിഫിക്കേഷൻ ഓഫ് ആധാർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് വൺ ഓഫ് ദി മെത്തേഡ്. എന്ത്? ക്ലയൻസിന്റെ ഐഡന്റിറ്റി കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുള്ള വൺ ഓഫ് ദി മെത്തേഡ്. പിന്നെ വേറെ ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ഓഫ് ആധാർ, പാസ്പോർട്ട്, വേറെ എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, വാലിഡ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യം ഉള്ളതാണ്. ഇപ്പോൾ ആ പ്രൊവിസോയിൽ അണ്ടറിൽ ഒരു കാറ്റഗറി ആളെ നോട്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് അമെൻമെന്റ്. സോ നമ്മളെ മെയിൻ ടോപ്പിക് എന്താ? ആധാറിന്റെ ഓൺലൈൻ വെരിഫിക്കേഷൻ ഇത്രയും കാലം നിയമത്തിൽ ബാങ്ക്സിന് മാത്രമേ ചെയ്യാനുള്ള പവർ ഉള്ളായിരുന്നു. ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് ആധാറിന്റെ ഓൺലൈൻ വെരിഫിക്കേഷൻ. അവിടെ പണ്ടേ നിയമത്തിലുള്ള ഒരു പ്രൊവിസോ ആണ്, പ്രൊവൈഡഡ് ദാറ്റ് CG മേ, ഇഫ് സാറ്റിസ്ഫൈഡ് ദാറ്റ് എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അതർ ദാൻ ബാങ്കിങ് കമ്പനി കംപ്ലൈസ് വിത്ത് സച്ച് സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അണ്ടർ ആധാറിന്റെ ആക്ട് ആൻഡ് ഇറ്റ് ഇസ് നെസസറി ആൻഡ് എക്സ്പീഡിയന്റ് ടു ഡു സോ by notification permit such entity to perform authentication under clause A. ക്ലോസ് എയിൽ നമ്മൾ പറഞ്ഞ ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് CGക്ക് വേണമെങ്കിൽ അതർ ദാൻ ബാങ്കിങ് എൻറ്റിറ്റീസിനും സമ്മതിച്ചു കൊടുക്കാൻ പറ്റും, സബ്ജക്ട് ടു ആധാർ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൈവസിയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് CGക്ക് തോന്നുകയാണ് സോ ആൻഡ് സോ എൻറ്റിറ്റി, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ബാങ്കിങ് കമ്പനി, അവർക്കും ഓൺലൈൻ വെരിഫിക്കേഷൻ പെർമിറ്റ് ചെയ്യണം എന്ന് CGക്ക് തോന്നിക്കഴിഞ്ഞാൽ CGക്ക് വേണമെങ്കിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു ആക്ടിൽ. അവിടെ ഇപ്പോൾ ഒരു എൻറ്റിറ്റിനെ നോട്ടിഫൈ ചെയ്തു. NPCI, സോറി, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതെന്താ സംഭവം? ഇത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. RBIയും ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റിയാണ് NPCI. ഇവരും ഇപ്പോൾ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. They can also do online Aadhaar verification. CG has notified National Payments Corporation of India under the two provisos. Accordingly, NPCI can also verify the identity of clients and beneficial owners by authentication under Aadhaar Act. Aadhaar Act പ്രകാരം ഇവരും ഇപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ CGക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് NPCIന്. വിത്ത് ദാറ്റ് നമ്മുടെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ അമെൻമെന്റ്സും ഡൺ. 2 അമെൻമെന്റ്സ് എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഇതിൽ ഒരുപാട് അമെൻമെന്റ്സ് ഉണ്ട്, ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട്. റൂൾസിൽ കുറേ ചേഞ്ചസും ഉണ്ട്. നോക്കാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഇതെന്താ സംഭവം? ഇന്ത്യയിൽ ചില ആൾക്കാർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യൽ പ്രൊഹിബിറ്റഡ് ആണ്, ചിലർക്ക് റെസ്ട്രിക്റ്റഡ് ആണ്, ചെയ്യാൻ പറ്റും സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. ചിലർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാനേ പാടില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ, സെക്യൂരിറ്റി അല്ലെങ്കിൽ കറൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺട്രിയിലുള്ള MLA, MP, ജഡ്ജസ്, മീഡിയ ഹൗസസ്, ഇവർ ഫോറിൻ കൺട്രീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കൺട്രിയിൽ തന്നെ ബാധിക്കും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോറിൻ കൺട്രിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇവിടെ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് ആസ് ഇഫ് പിന്നെ ആ കൺട്രി നമ്മളെ കൺട്രീനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടി പിന്നെ അവർ പറഞ്ഞ പോലെയാണ് അവരെ കൺട്രോളിന്റെ അണ്ടറിലാണ് പിന്നെ ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു സെഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ പ്രൊഹിബിറ്റഡ് ആണ്. ദിസ് വാസ് വൺ ഏരിയ അണ്ടർ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കൺട്രിയിലുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കാനുണ്ട്. അതേപോലെ ഫോറിൻ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയാസിൽ അമെൻമെന്റ്സ് ഉണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് വൺ ബൈ വൺ നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ, ഗൈഡ്ലൈൻസ് ഫോർ ഡിക്ലറേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ബി ഓഫ് എ പൊളിറ്റിക്കൽ നേച്ചർ, നോട്ട് ബീങ് എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി അല്ല, ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ. what is this പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനുണ്ടർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടി. അവർ ഡയറക്ട്ലി ഇലക്ഷൻസ് ഒക്കെ ഫൈറ്റ് ചെയ്യും. വേറൊരു സംഭവം ഉണ്ട് വിച്ച് ഇസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, വി കോൾ ദം ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെന്റ് ആണ് നമ്മളെ ഫസ്റ്റ് വൺ. CG may specify any organization as organization of political nature on one or more of the following grounds. ഇനി നമ്മൾ പറയാൻ പോണ ഫാക്ടേഴ്സിലൊക്കെ ഏതെങ്കിലും ഒന്ന് അട്രാക്ട് ആയി കഴിഞ്ഞാൽ അവരെ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ എന്ന് പറഞ്ഞിട്ട് CGക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതൊന്നുമല്ല അമെൻമെന്റ്, ഇവിടെയൊക്കെ ഇതൊക്കെ ഓൾറെഡി ഉള്ള പോയിന്റ്സ് ആണ്. Now ഇതിലുള്ള രണ്ട് പോയിന്റ്സ്, പോയിന്റ് നമ്പർ 5, പോയിന്റ് നമ്പർ 6, ഇവിടെയാണ് നമ്മൾ അമെൻമെന്റ് ഉള്ളത്. ഐ ഹാവൻറ്റ് എൻ്റെ സെപ്പറേറ്റ് നോട്ട്സ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓർഗനൈസേഷൻ ഓഫ് ഫാമേഴ്സ്, ഞാൻ ആദ്യം ടോപ്പിക് എന്താണെന്നുള്ളത് വായിക്കാം, എന്നിട്ട് നമുക്ക് ഐ ഡിസ്കസ് വാട്ട് ഹാപ്പൻഡ് ഓവർ ഹിയർ എന്നുള്ളത്. Organization of farmers, workers, students, youth based on caste, community, religion, language or otherwise, which is not directly aligned to any political party, but whose objectives as stated in the memorandum or articles or activities gathered through other material evidence includes step towards advancement of political interest of such groups. Then, any organization by whatever name called, which habitually engages itself in or employs common methods of political action like ബന്ദ്, ഹർത്താല്, റസ്താ റോക്കോ വഴി തടയ, റോഡ് തടയ, റെയിൽ റോക്കോ റെയിൽ തടയ, ജയിൽ ബറോ ജയിൽ നടക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ പൊളിറ്റിക്കൽ നേച്ചറിനോട് സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് ഈ ഓർഗനൈസേഷൻസ്, ഇവരൊക്കെ ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും CGക്ക് എന്നുള്ളതാണ് ഈ പോയിന്റ്സ് ഫുള്ള് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയണം, the organization specified under clause 5 and 6, നമ്മൾ ലാസ്റ്റ് വായിച്ച ഈ രണ്ടെണ്ണം ഓഫ് സബ് റൂൾ 1, ഇപ്പോൾ വായിച്ച സബ് റൂൾ 1 ഈ 5 ഉം 6 ഉം shall be considered to be of political nature if they participate in active politics or party politics. ഈ പോയിന്റ് നമ്പർ 5 നമ്മൾ പറഞ്ഞിട്ടുള്ള ഫാമേഴ്സ്, വർക്കേഴ്സ്, സ്റ്റുഡൻസ്, യൂത്ത് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ഇപ്പോഴും ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതേപോലെ ഈ ബന്ദ്, ഹർത്താൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ്, ഇവരെ നമ്മൾ എപ്പോഴേ ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ അവർ ആക്റ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ആക്റ്റീവ് പൊളിറ്റിക്സ് ഡയറക്ട്ലി ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുക, പാർട്ടി പൊളിറ്റിക്സ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിന്റെ ബാനറിന് അണ്ടറിൽ ചെയ്യാം, അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ പോയിന്റ് നമ്പർ 5 പോയിന്റ് നമ്പർ 6 മെൻഷൻ ചെയ്ത ഇവരൊക്കെ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ആക്റ്റീവ് പൊളിറ്റിക്സ്, പാർട്ടി പൊളിറ്റിക്സിലൊന്നും ഇവർ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാം, ഇവർക്ക് പ്രൊഹിബിഷൻ ഒന്നുമില്ല. അഗെയിൻ സബ്ജക്ട് ടു പറഞ്ഞ കണ്ടീഷൻസ്, കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇൻഫോം ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ആക്ടിലുള്ള ഉദ്ദേശം എന്താ, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓർഗനൈസേഷൻ പൊളിറ്റിക്കൽ നേച്ചർ ഇവരൊക്കെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാന്നുള്ളതാണ് ആക്ട് ഉദ്ദേശം. അതിൽ ഈ പറഞ്ഞ 5 ഉം 6 ഉം പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ നേച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല അൺലെസ് അവർ ആക്റ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിൽ എൻഗേജ്ഡ് ആവാത്തടത്തോളം കാലം. That was the point over here. അതിന് മുന്നേ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ഇതൊക്കെ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ഈ 5 ഉം 6 ഉം പറഞ്ഞ ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഉള്ള അമെൻമെന്റ്. ദെൻ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, ഇവിടെ പറയുന്നത് ഇന്ത്യയിലുള്ള എൻറ്റിറ്റീസ്, എഡ്യൂക്കേഷണൽ എൻറ്റിറ്റീസ്, റിലീജിയസ് എൻറ്റിറ്റീസ്, ഇവർക്ക് കിട്ടുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ നമ്മൾ അത് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്
പോയിന്റ് പറയുന്നത്. അപ്പൊ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ആണോ? യെസ്. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ആണോ? യെസ്. ഡിബെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സ്പെക്കുലേറ്റീവ് ആണോ? അല്ല. ഡിബെഞ്ചേഴ്സിൽ ഡെറ്റ് സെക്യൂരിറ്റീസ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് അല്ല. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ് വിച്ച് ഹാസ് നോ റിലേഷൻ വിത്ത് യുവർ ഒബ്ജക്ട്, ഇതൊക്കെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആണ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന റൂൾ. ലെറ്റ്സ് സീ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്. എനി ആക്ടിവിറ്റി ഓർ ഇൻവെസ്റ്റ്മെന്റ് that was an element of risk that has an element. Any activity or investment that has an element of risk of appreciation or depreciation of the original investment linked to market forces, including investment in mutual funds or in shares. അതൊക്കെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ആണ്. Participation in a scheme that promises high returns, like investments in chit, land, similar assets, not directly linked to the declared aims or objectives of the organization or association. നിങ്ങളെ എയിമും ഒബ്ജക്റ്റീവുമായിട്ട് ഡയറക്ട്ലി ഒരു ബന്ധമില്ലാത്ത അസറ്റ്സ്, കാര്യങ്ങൾ, ചിറ്റിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. എ ഡെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി, ഇപ്പോൾ ഈ മേലെ പറഞ്ഞ എയും ബിയും സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ആണ്. ഇനി പറഞ്ഞ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ് എ ഡെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി, എ ഡെറ്റ് ബേസ്ഡ് സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. എവറി അസോസിയേഷൻ ഷാൽ മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ രജിസ്റ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ രജിസ്റ്റർ നിങ്ങൾ ഓഡിറ്റും ചെയ്യണം എന്നുള്ളതാണ് പോയിന്റ് പറയുന്നത്. ദാറ്റ് വാസ് റിഗാർഡിംഗ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയുള്ളത്? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 4.1 4.16 സെയിം സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ അമെൻമെന്റ് ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അതായത് നമ്മുടെ മെറ്റീരിയലിൽ പേജസ് ഒരുപാടുണ്ട്, പക്ഷേ എല്ലാ റൂൾസും ആണ് കൊടുത്തിരിക്കുകയാണ്. അമെൻമെന്റ് ഇല്ലാത്ത റൂൾസും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ അമെൻമെന്റ് ഒന്നുമില്ല. ഇന്റിമേഷൻ ഓഫ് റിസീവിംഗ് ഫോറിൻ കറൻസി ഫ്രം റിലേറ്റീവ്സ്. ഇവിടെ പറയണത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് 1 lakh rupees ഓർ മോർ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ അറിയിക്കണം. ഫോം നമ്പർ FC1 വിത്തിൻ 30 days ഓഫ് റിസീറ്റ്. ഇവിടെ അമെൻമെന്റ് എന്താ? ഈ അറിയിക്കൽ ഇലക്ട്രോണിക് ഫോമിലും ചെയ്യാം എന്നുള്ളതാണ് അമെൻമെന്റ്. ഈ ബ്രാക്കറ്റിലുള്ള സാധനം ഇതൊക്കെ ആദ്യമുള്ള റൂൾസ് തന്നെയാണ്. ഈ അറിയിക്കുക എന്നുള്ളതൊക്കെ അവിടെ ഇൻഫോം ചെയ്യൽ ഇലക്ട്രോണിക് ഫോമിലും ചെയ്യാം എന്നുള്ളതാണ് അമെൻമെന്റ്. എനി പേഴ്സൺ റിസീവിംഗ് ഫോറിൻ കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 1 lakh rupees ഓർ ഈക്വലന്റ്, അതായത് 1 lakh rupees ഓർ മോറിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. യു ടോക്കിംഗ് അബൌട്ട് യു നോട്ട് എൻ ഓർഗനൈസേഷൻ. നിങ്ങൾ എന്താണ് മറ്റേ റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ ഒന്നുമല്ല. യു ആർ എ പേഴ്സൺ, യു ആർ റിസീവിംഗ് ഫ്രം യുവർ റിലേറ്റീവ് 1 lakh rupees ഓർ മോർ ഫോറിൻ കോൺട്രിബ്യൂഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ അറിയിക്കണം. ഫോം നമ്പർ FC1. അത് ഇനി മുതൽ ഇലക്ട്രോണിക് ഫോമിലും അറിയിക്കാം എന്നുള്ളതാണ് ഇവിടെ അമെൻമെന്റ്. Rupees equivalent to 1 lakh rupees or more thereto in a financial year from any of his relatives shall inform central government regarding the details of the foreign contribution received by him in electronic form FC1. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഇട്ട സാധനം ഉണ്ടല്ലോ, റിഗാർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ received by him in electronic form, ഇതാണ് ഇവിടുത്തെ അമെൻമെന്റ് വിത്തിൻ 30 days of receipt. ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആണോ കിട്ടുന്നത്? ഇവിടെ ഓൾറെഡി ഒരു അമെൻമെന്റ് വന്നിരുന്നു. 25,000 rupees വരെ കുഴപ്പമില്ല, ഫോറിൻ കോൺട്രിബ്യൂഷൻ ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളത്. അത് മാറ്റിയിട്ട് 1 lakh rupees ആക്കി. ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് ദി അമെൻമെന്റ്. വേറെ പുതിയതൊന്നുമില്ല. വെൻ ആർട്ടിക്കിൾ ഗിഫ്റ്റഡ് ഫോർ പേഴ്സണൽ യൂസ് ഡു നോട്ട് amount to ഫോറിൻ കോൺട്രിബ്യൂഷൻ, എപ്പോഴാണ് പേഴ്സണൽ യൂസിന് വേണ്ടി കിട്ടിയ ഗിഫ്റ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ട്രീറ്റ് ചെയ്യാതിരിക്കുക? എനി ആർട്ടിക്കിൾ ഗിഫ്റ്റഡ് ടു എ പേഴ്സൺ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഹൂസ് മാർക്കറ്റ് വാല്യൂ ഇൻ ഇന്ത്യ ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് ഗിഫ്റ്റ് ഡസ് നോട്ട് എക്സീഡ് 1 lakh rupees. Does not exceed 1 lakh rupees. ഈ 1 lakh rupees ഇത് ആദ്യം ഇവിടെ 25,000 ആയിരുന്നു, ആ 1 lakh rupees ആക്കി. Shall not be a foreign contribution within the meaning of section 2. ഫോറിൻ ഹോസ്പിറ്റാലിറ്റിന്റെ അവിടെ എന്താ പറയുന്നത്? ഫോറിൻ ഹോസ്പിറ്റാലിറ്റിയിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫോറിൻ കൺട്രിയിലുള്ള ഒരു സ്റ്റേ അല്ലെങ്കിൽ ട്രാവൽ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. അപ്പൊ അഗെയിൻ ഇതും എല്ലാവർക്കും എല്ലാ റെസ്ട്രിക്ഷൻസ് ഉള്ളത്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഓഫീസ് ബെയറേഴ്സ്, ജഡ്ജസ്, ഇവർക്കൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫോറിൻ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് അമെൻമെന്റ്, ചെറിയൊരു അമെൻമെന്റ് കേട്ടോ, നിങ്ങൾ ഇലക്ട്രോണിക് മോഡിലും അറിയിക്കാം എന്നുള്ള ഈ ഒരു ഇലക്ട്രോണിക് ഫോം എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ആ ഫോറിൻ ഹോസ്പിറ്റാലിറ്റി ഏത് കൺട്രിയിൽ നിന്ന് ആരാണോ തരുന്നത് ആ ഇൻവിറ്റേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ഫോറിൻ ട്രാവലിന്റെ 2 ആഴ്ച മുന്നേ സബ്മിറ്റ് ചെയ്യണം. ആദ്യം ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റ് അറിയിക്കണം. ഇനി എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫോമിലുള്ള എന്തെങ്കിലും ഫോറിൻ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് കിട്ടിയേ, എന്തെങ്കിലും എമർജൻസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ ഒരു ഫോറിൻ കൺട്രി പോയി, എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു, ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് റിക്വയർഡ് ആയിട്ടുള്ള കേസ് വന്നു, അപ്പൊ അവിടെ നമ്മൾ പ്രയർ ഇന്റിമേഷൻ അല്ലെങ്കിൽ പ്രയർ അറിയിക്കൽ കാര്യങ്ങളൊന്നും നടക്കൂല.
അപ്പോൾ ഇൻ സച്ച് എ കേസ് ആ ട്രീറ്റ്മെന്റ് കിട്ടിയ വിതിൻ 30 days നിങ്ങൾ അറിയിക്കണം എന്നുള്ള റിക്വയർമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ചേഞ്ച് അവിടെ എവിടെയോ ഇല്ല, നമ്മൾ ചേഞ്ച് FC2 നമ്മൾ ഫോറിൻ ഹോസ്പിറ്റാലിറ്റി റിസീവ് ചെയ്യുന്നതിന് മുന്നേ സബ്മിറ്റ് ചെയ്യുന്ന ഫോം, നമ്മൾ ഇൻഫോം ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുന്ന ഫോം, അത് നമുക്ക് ഇലക്ട്രോണിക് മോഡിലും സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെയുള്ള അമെൻമെന്റ്. Foreign hospitality by specified category of persons. Any person belonging to any of the category section 6 പറഞ്ഞ ആൾക്കാർ അവര് who wishes to avail foreign hospitality shall apply to CG. ഈ ബ്രാക്കറ്റിൽ ഇട്ടതാണ് അമെൻമെന്റ്. ഈ ബ്രാക്കറ്റിലിട്ട് ഈ വേർഡിങ്സ് ഒക്കെ ആദ്യം ഉണ്ട്. അപ്ലൈ ടു CG എന്നുള്ളതൊക്കെ അവിടെ ഇൻ ഇലക്ട്രോണിക് ഫോം എന്നുള്ളതാണ് അമെൻമെന്റ്. ഇൻ ഫോം നമ്പർ FC2 prior to the permission prior permission to accept foreign hospitality. ഇൻവിറ്റേഷൻ ലെറ്റർ അതിന്റെ കൂടെ കൊടുക്കണം. ഈ ആപ്ലിക്കേഷന്റെ കൂടെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കണം. നിങ്ങൾ എപ്പോൾ കൊടുക്കണം? അത് 2 weeks ബിഫോർ, നിങ്ങളെ ജേർണിയുടെ 2 weeks ബിഫോർ സബ്മിറ്റ് ചെയ്യണം. എമർജന്റ് മെഡിക്കൽ എയ്ഡിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൽനെസ് ഡ്യൂറിംഗ് ദ വിസിറ്റ് അബ്രോഡ് വിതിൻ 1 month. ഒക്കെ ആദ്യമുള്ള പോയിന്റ്സ് ആണ്. ദെൻ 8 റൂൾ 8 അമെൻമെന്റ് ഇല്ല. സെയിം 9 application for obtaining registration prior permission. I have mentioned it over here. ഇത് കുറച്ച് പറയാനുണ്ട്, അതിന്റെ ഒരു സമ്മറി ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റൂൾ 9-ൽ 2 കാര്യങ്ങളുണ്ട്. ഒരു എൻറ്റിറ്റി, എഡ്യൂക്കേഷണൽ, റിലീജിയസ്, കൾച്ചറൽ, വാട്ടെവർ, ഒരു എൻറ്റിറ്റിക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുമ്പോൾ അത് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം 2 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ നമ്മളൊരു രജിസ്ട്രേഷൻ എടുക്കണം. അതായത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു എൻറ്റിറ്റി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ രജിസ്ട്രേഷൻ. ഓർ നിങ്ങൾക്ക് ഫ്രീക്വന്റ്ലി കിട്ടുന്നില്ല, ഒക്കേഷണലി ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്നുള്ളൂ, ഇൻ ദാറ്റ് കേസ് യു നീഡ് ടു ഒബ്റ്റെയിൻ എ പ്രയർ പെർമിഷൻ. സോ ദർ ആർ 2 കോൺസെപ്റ്റ് ഓവർ ഹിയർ. ഒരു രജിസ്ട്രേഷൻ എന്നൊരു സാധനം ഉണ്ട്, പ്രയർ പെർമിഷൻ എന്നൊരു സംഭവം ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ കുറച്ച് ഫോംസ് ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തു. അതാണ് ഇവിടെ വന്ന ഒരു മേജർ അമെൻമെന്റ്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം. രജിസ്ട്രേഷന്റെ കേസിൽ വേർ ആൻ NGO frequently receives foreign donation, അവർക്ക് they will have to get themselves registered under MHA. MHA Ministry of Home Affairs. ആ രജിസ്ട്രേഷൻ 5 വർഷം വരെയാണ് അതിന്റെ വാലിഡിറ്റി. നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ ഫോം നമ്പർ FC3A എന്ന ഫോം കൊടുക്കണം, അതിന്റെ കൂടെ 10,000 rupees ഫീസും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൽ കമ്പൽസറി ആണ്. നമ്മൾ SBIയിൽ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അതിലേക്കാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ വരിക. അതൊക്കെ ഗവൺമെന്റ് സ്ട്രിക്ട് റെഗുലേഷൻസ് ആണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷന്റെ കേസിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന റൂൾസ് ആണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങളെ ആ ഉദ്ദേശ ആക്ടിവിറ്റിക്കുള്ള സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വേറെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാം യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ ഗവൺമെന്റ് അറിയിക്കണം. ഫോം നമ്പർ 6D, FC6D, ഇതൊക്കെ പുതിയ വന്ന ഫോമാണ്. FC6D, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാൻ നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും SBIയിൽ. ഫോറിൻ കോൺട്രിബ്യൂഷൻ യൂട്ടിലൈസ് ചെയ്യാൻ, അതായത് ഫണ്ട് വരേണ്ടത് ആ അക്കൗണ്ടിലേക്കാണ്. പിന്നെ യൂട്ടിലൈസേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളെ പേർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏരിയ എല്ലാം നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതിലേക്ക് പിന്നെ ഈ ഫണ്ട് റൂട്ട് ചെയ്യാം. ഡയറക്ട്ലി നിങ്ങളെ യൂട്ടിലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾ തുടങ്ങിയ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് അതിലേക്ക് വരല്ലാതെ ഒറ്റ ചാനൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് SBIയിൽ ഓപ്പൺ ചെയ്ത് അതിലേക്കാണ് ഫണ്ട് വരിക. യൂട്ടിലൈസേഷൻ നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. യൂട്ടിലൈസേഷൻ ഓപ്പൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നിങ്ങൾ അറിയിക്കണം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ അറിയിക്കണം FC6D എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ. അപ്പോൾ രജിസ്ട്രേഷൻ എന്താണ് ഫോർമാലിറ്റി? നമ്മൾ FC3A സബ്മിറ്റ് ചെയ്യും, ഫീസ് 10,000 rupees, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, യൂട്ടിലൈസേഷൻ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അത് FC6Dയിൽ നിങ്ങൾ അറിയിക്കും. ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് രജിസ്ട്രേഷൻ. പ്രയർ പെർമിഷന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? FC3B, ഈ ഫോം ഇപ്പോൾ പുതിയ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പ്രയർ പെർമിഷന്റെ കേസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോം FC3B അലോങ് വിത്ത് ഫീസ് ഓഫ് 5,000 rupees. രജിസ്ട്രേഷന് 10,000 rupees, പ്രയർ പെർമിഷൻ. അപ്പോൾ പ്രയർ പെർമിഷൻ ഇസ് ലൈക്ക് വൺ ടൈം, ഒരു പ്രാവശ്യം ഫണ്ട് റിസീവ് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ പ്രയർ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യും. ആ അമൗണ്ട് റിസീവ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. വേറെയും കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ഫോറിൻ കോൺട്രിബ്യൂഷൻ തരുന്ന ആളെ കമ്മിറ്റ്മെന്റ് ലെറ്റർ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓൾ ദോസ് പോയിന്റ്സ് ഐ മെൻഷൻഡ് ഓവർ ഹിയർ. ലെറ്റ്സ് സീ വൺ ബൈ വൺ. ദോസ് ആർ സബ്സിക്വന്റ് പോയിന്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സബ്മിറ്റ് ചെയ്യേണ്ട ഫോം എത്ര, ഫീസ് എത്ര എന്നുള്ളത്. രജിസ്ട്രേഷന്റെ കേസിൽ 3A 10,000 rupees, പ്രയർ പെർമിഷന്റെ കേസിൽ 3B 5,000 rupees. പിന്നെ ഫിക്ര ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, 2 കേസിലാണെങ്കിലും കമ്പൽസറി ആണ്. യൂട്ടിലൈസേഷന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം 6Dയിൽ. ഇനി രജിസ്ട്രേഷൻ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? നിങ്ങളെ എൻറ്റിറ്റി 3 വർഷമായിട്ട് എക്സിസ്റ്റൻസിൽ ഉണ്ടായിരിക്കണം.
ഈ 3 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ സ്പെൻഡിങ് 15 lakh rupees നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ ആർക്കൊക്കെ ബെനിഫിഷ്യറീസ് ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവിൽ പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് 15 lakh rupees നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. These are the conditions for obtaining registration. Shall be in existence for 3 years, have spent minimum 15 lakh rupees on core activities for the benefit of society during the last 3 financial years. പ്രയർ പെർമിഷന്റെ കേസിൽ പറയുന്ന കണ്ടീഷൻസ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ ആദ്യം ഒരു കമ്മിറ്റ്മെന്റ് ലെറ്റർ ഡോണർ അടുത്ത് ഒബ്റ്റെയിൻ ചെയ്യണം. എന്ത് ഫോറിൻ കോൺട്രിബ്യൂഷൻ അവർ തരാന്നുള്ള കമ്മിറ്റ്മെന്റ് ലെറ്റർ. അപ്പൊ അതിന്റെ amount എത്ര, അത് എന്ത് പേർപ്പസിനാണ് എന്നുള്ളതൊക്കെ. പിന്നെ I'll tell you all these rules എന്താണെന്നുള്ളത് പറഞ്ഞാൽ then I'll tell you the reason behind that. ഫോറിൻ കോൺട്രിബ്യൂഷൻ തരുന്ന ആളും നിങ്ങളും റിലേറ്റഡ് എൻറ്റിറ്റീസ് ആവാൻ പാടില്ല. പിന്നെ ഇവിടേക്ക് ഇത്ര സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നത്, ഒന്ന് മണി ലോണ്ടറിങ്ങിനും നല്ല ചാൻസസ് ഉള്ള ഏരിയസ് ആണ് ഇതൊക്കെ. നമ്മുടെ കൺട്രിയിൽ ഏറെക്കുറെ എന്താണ്, നമ്മുടെ കൺട്രിയിലെ ഗവൺമെന്റ് വേറെ ഫോറിൻ കൺട്രീസ് നമ്മുടെ കൺട്രിയിലെ ഗവൺമെന്റ് പറ്റി അത്ര നല്ല ടേംസിൽ സ്ട്രോങ് ടേംസിൽ അല്ലാത്ത കൺട്രീസിലേക്ക് നിങ്ങൾ ഫണ്ടുകൾ റൂട്ട് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് ഡൊണേഷൻസ് പറഞ്ഞ രീതിയിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ അവിടുത്തെ എൻറ്റിറ്റിയും നിങ്ങളും ഒക്കെ ഒരേ ആൾ തന്നെയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് കുറെ റെഗുലേഷൻസ് ഉണ്ട് ഇവിടെ. ഒന്ന് കമ്മിറ്റ്മെന്റ് ലെറ്റർ, ഈ ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ പറയുന്നത് ദ ചീഫ് ഫംഗ്ഷണറി ഓഫ് റെസിപ്പിയൻ പേഴ്സൺ, ഇന്ത്യയിലുള്ള ഈ amount റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റി ഉണ്ടല്ലോ അതിന്റെ ഹെഡ്, ചീഫ് ഫംഗ്ഷണറി ഹെഡ് ഷാൽ നോട്ട് ബി പാർട്ട് ഓഫ് ഡോണർ ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുന്ന ആ ഓർഗനൈസേഷന്റെ ഭാഗമാവാൻ പാടില്ല നമ്മളെ ഇവിടുന്ന് amount റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റിന്റെ ഹെഡ്. ദാറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഓഫീസ് ബെയറേഴ്സ്, ഇവിടെ ഈ amount റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റിയിലെ ഓഫീസേഴ്സ്, അതിന്റെ 75% ഷാൽ നോട്ട് ബി മെമ്പേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് ഫോറിൻ ഡോണർ ഓർഗനൈസേഷൻ. നമ്മളെ കൺട്രിയിലെ ഈ എൻറ്റിറ്റിയുടെ ഓഫീസേഴ്സ് 75% അവിടുത്തെ എംപ്ലോയീസോ മെമ്പേഴ്സോ ആവാൻ പാടില്ല. 75% ഡിഫറെന്റ് ആൾക്കാരായിരിക്കണം. 25% വരെ സെയിം ആവാൻ കുഴപ്പമില്ല, 75% ഡിഫറെന്റ് ആൾക്കാരായിരിക്കണം. ആര്? ആ ഫോറിൻ കൺട്രിയിലെ നമുക്ക് ഡൊണേഷൻ തരുന്ന എൻറ്റിറ്റിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെ എംപ്ലോയീസ് ഇവിടെ നമ്മളെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റിയിലെ ഓഫീസ് ബെയറേഴ്സ് ആവാൻ പാടില്ല. ഇൻ കേസ് ഫോറിൻ ഡോണർ ഓർഗനൈസേഷൻ ബീങ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, നിങ്ങൾക്ക് amount ഫോറിന് തരുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. ദാറ്റ് ഇൻഡിവിജ്വൽ ഷാൽ നോട്ട് ബി ദ ചീഫ് ഫംഗ്ഷണറി ഓർ ഓഫീസ് ബെയറർ ഓഫ് ദ റെസിപ്പിയന്റ്. അയാള് ഇവിടുത്തെ ഈ amount റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റിയിലെ ഹെഡ് ആവാനും പാടില്ല, ഓഫീസ് ബെയറർ ആവാനും പാടില്ല. ഇത്രയും പക്ഷേ now we'll give it a reading. Rule 9, application for obtaining registration prior permission. To receive foreign contribution, an application for certificate of registration by a person, section 11 subsection 1 for accepting foreign contribution, FC3A. ഇതെന്താണ്? ഇത് രജിസ്ട്രേഷൻ അത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഫോമിലും കൊടുക്കാം, FC3A. പിന്നെ വിത്ത് ആൻ എഫിഡവിറ്റ്, ഓഫീസ് ബെയറേഴ്സിന്റെ എഫിഡവിറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രയർ പെർമിഷൻ, ദാറ്റ് ഇസ് സെക്കൻഡ് വൺ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ വാസ് ദ ഫസ്റ്റ് വൺ, പ്രയർ പെർമിഷൻ ഇസ് ദ സെക്കൻഡ് വൺ. അതിനു വേണ്ടി വി സബ്മിറ്റ് FC3B ഇലക്ട്രോണിക് ഫോമിൽ കൊടുക്കാം അലോങ് വിത്ത് അഫിഡവിറ്റ് ഓഫ് ഓഫീസ് ബെയറേഴ്സ്. അത് നിങ്ങൾ ഡിജിറ്റലി സൈൻ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യും. എനി പേഴ്സൺ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ക്ലോസ് എ ഷാൽ ഹാവ് എ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. The person may open one or more accounts in one or more banks for the purpose of utilizing the foreign contribution after it has been received. In all such cases, intimation electronic ഫോമിലും കൊടുക്കാം. ഏതാ? FC6D. ഈ FC6D ഫോം പ്രിസ്ക്രൈബ് ചെയ്ത പുതിയതാണ്, അത് ഇലക്ട്രോണിക് ഫോമിൽ എല്ലായിടത്തും ഫോംസ് ഇലക്ട്രോണിക് ഫോമിൽ കൊടുക്കാം എന്ന് ഇലക്ട്രോണിക് ഫോം പ്രിസ്ക്രൈബ് ചെയ്തത് ഒരു അമെൻമെന്റ് ആണ്. ഇവിടെ ഈ യൂട്ടിലൈസേഷൻ അക്കൗണ്ട് ഗവൺമെന്റ് അറിയിക്കുക എന്നുള്ളത് FC6D എന്നുള്ള ഈ ഫോമും പുതിയ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. Shall be furnished to Secretary MHA Ministry of Home Affairs New Delhi within 15 days of opening account. Utilization account open ചെയ്ത് 15 ഡേയ്സിനുള്ളിൽ. പിന്നെ രജിസ്ട്രേഷൻ സീക്ക് ചെയ്യുന്ന ആള് ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഷാൽ ബി ഇൻ എക്സിസ്റ്റൻസ് ഫോർ 3 years and have spent minimum amount of 15 lakh rupees on its core activities, ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രൊവിസോ പറയുന്നുണ്ട്, CGക്ക് വേണമെങ്കിൽ എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് കൺട്രോളിലുള്ള ആൾക്കാരാണെങ്കിൽ, ഈ എൻറ്റിറ്റീസ് ഗവൺമെന്റ് കൺട്രോളുള്ള എൻറ്റിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ 3 വർഷത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവണം, 15 lakh സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്ന് മേലെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്, എക്സെപ്ഷൻ കൊടുക്കാം.
CG in exceptional cases or in cases where a person is controlled by CGA or SG may waive the conditions, മേലെ പറഞ്ഞ conditions. If any person wants inclusion of existing capital investment, ഈ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നോക്കാം. ഈ 15 lakh rupees കഴിഞ്ഞ 3 വർഷത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അസ്യൂം നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്തത് എന്തെങ്കിലും ഒരു ലോങ് ടേം പ്രൊജക്ട്, ഒരു സ്കൂൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു ക്യാപിറ്റൽ അസറ്റിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? യെസ്, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ 15 lakhൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞ റിക്വയർമെന്റിൽ ഇതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ആ അസറ്റ് നിങ്ങളുടെ പേരിലായിരിക്കണം, ഈ എൻറ്റിറ്റിയുടെ പേരിലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് എനി പേഴ്സൺ വാണ്ട്സ് ഇൻക്ലൂഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് in assets like land, building, other permanent structures, vehicles, equipments, in the computation of spending during the last 3 years, the chief functionary shall give an undertaking that the asset shall be vested henceforth with the person till the validity of the certificate and shall be utilized for the activities. Act പറഞ്ഞ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അസറ്റ് ആ പേഴ്സണലായിരിക്കും. ഈ ആരാണോ ഈ ക്യാപിറ്റൽ അസറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഈ 15 lakhന്റെ ലിമിറ്റിലേക്ക് ഈ അസറ്റിന്റെ സ്പെൻഡിങ് ഇൻക്ലൂഡ് ചെയ്യാൻ ക്ലെയിം ചെയ്യുന്നത് അവരിലായിരിക്കും ഈ അസറ്റ് വെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അതായത് അവരുടെ പേരിലായിരിക്കണം. നോട്ട് റിക്വയർഡ് ട്രാൻസാക്ഷൻ പ്രൊവിഷനെ പറ്റിയാണ് പറയുന്നത്. എനി പേഴ്സൺ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഫോർ പ്രയർ പെർമിഷൻ ഷാൽ ഹാവ് എ ഫിക്ര അക്കൗണ്ട്. അപ്പോൾ ഇവർക്കും വേണം. നേരത്തെ മേലെ രജിസ്ട്രേഷൻ്റെ അവിടെയും ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇവിടുത്തെ ലാംഗ്വേജ് പ്രകാരം രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് കമ്പൽസറി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ പ്രയർ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും വേണം എന്നുള്ളത് ഇവിടെയും പറഞ്ഞത്. ഇത് രണ്ടും കൂടിയാണ് നമ്മളിവിടെ കമ്പൈൻഡ് ആയിട്ട് ഈ ചാർട്ടിൽ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് കമ്പൽസറി ആണെന്നുള്ളത് രണ്ടാൾക്കും, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നിച്ചു കൊടുത്ത്. പിന്നെ യൂട്ടിലൈസേഷൻ നിങ്ങൾക്ക് വേണ്ടത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതൊക്കെ കോമൺ, രണ്ടിലും കോമൺ ആണ്. ഇവിടെ പ്രസന്റേഷൻ അവർ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തു. പ്രയർ പെർമിഷന്റെ കേസിൽ ഷാൽ ഹാവ് എ ഫിക്ര അക്കൗണ്ട്. പേഴ്സൺ സീക്കിംഗ് പ്രയർ പെർമിഷൻ ഷാൽ ഓപ്പൺ വൺ ഓർ മോർ. സെയിം നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ. ഇലക്ട്രോണിക് ഫോമിൽ അറിയിക്കുക, FC6D, അതൊക്കെ സെയിം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വിത്തിൻ 15 days. ഇനി പേഴ്സൺ സീക്കിംഗ് പ്രയർ പെർമിഷൻ ഫോർ റെസീറ്റ് ഓഫ് സ്പെസിഫിക് അമൗണ്ട് ഫ്രം സ്പെസിഫിക് ഡോണർ, അവരെന്ത് ചെയ്യണം? അവര് സബ്മിറ്റ് ചെയ്യണം കമ്മിറ്റ്മെന്റ് ലെറ്റർ, ഡോണർ എടുത്തുള്ള കമ്മിറ്റ്മെന്റ് ലെറ്റർ. എത്രയാണ് അമൗണ്ട് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കമ്മിറ്റ്മെന്റ് ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈ പ്രയർ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിന്റെ കൂടെ the Indian recipient person and foreign donor organizations having common members ഉള്ള കേസ് ആണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവിടെ നമ്മൾ പറഞ്ഞ 75% ആൾക്കാർ സെയിം ആവാൻ പാടില്ല, ഇവിടുത്തെ ഹെഡ് അവിടുത്തെ പാർട്ടാവാൻ പാടില്ല, അങ്ങനത്തെ കണ്ടീഷൻസ്. അപ്പോൾ കോമൺ മെമ്പേഴ്സ് ഉള്ള കേസിൽ ശ്രദ്ധിക്കേണ്ട എക്സ്ട്രാ കാര്യങ്ങൾ. പ്രയർ പെർമിഷൻ ഷാൽ ബി ഗ്രാൻറ്റഡ് ടു പേഴ്സൺ സബ്ജക്ട് ടു ഇറ്റ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് കണ്ടീഷൻസ്, namely the chief functionary of the recipient person, ഇന്ത്യയിലുള്ള ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യണ ആ എൻറ്റിറ്റിയുടെ ഹെഡ് ആണ് ചീഫ് ഫംഗ്ഷണറി. shall not be part of donor organization. ആ ഫോറിൻ കൺട്രിയിൽ നിന്ന് പൈസ തരുന്ന എൻറ്റിറ്റിയുടെ ഭാഗമാവാൻ പാടില്ല. 75% of the office bearers or members of the governing body of the person, ഈ the person ഒക്കെ ഉദ്ദേശിക്കുന്ന ഈ amount റിസീവ് ചെയ്യുന്ന ആളാണ്, എൻറ്റിറ്റിനെയാണ്. shall not be members or employees of the foreign donor organization. In case foreign donor organization being a single individual, amount തരുന്ന ആൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ that individual shall not be chief functionary or office bearer of the recipient person. പിന്നെ in case of single foreign donor, 75% of the office bearers or members of the governing body of the recipient person shall not be family members or close relatives of the donor. നിങ്ങൾക്ക് പുറത്തുനിന്ന് പൈസ തരുന്ന ഒരു സിംഗിൾ ഫോറിൻ ഡോണർ ആണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഓഫീസ് ബെയറേഴ്സ് അതിൻ്റെ 75% വരെ റിലേറ്റീവ് ആവാനും പാടില്ല, പൈസ തരുന്ന ആൾ റിലേറ്റീവ് ആവാനും പാടില്ല. ട്രാൻസാക്ഷൻ പ്രൊവിഷൻ ഫിക്ര അക്കൗണ്ട് ഓൾറെഡി ഉണ്ടായിരിക്കണം. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ഒരേ പേർപ്പസിന് വേണ്ടിയിട്ട് ഒരേ റിസീവ് ചെയ്യാൻ പോകുന്ന ഫണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്താൽ വിത്തിൻ 6 months കൊടുക്കാൻ പാടില്ല. നോ പേഴ്സൺ ഷാൽ പ്രിഫർ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് പ്രയർ പെർമിഷൻ വിത്തിൻ 6 months after submitting an application either for the grant of prior permission for the same project or for registration. Application for grant of prior permissionന്റെ കേസിൽ 5,000 rupees ഫീസ്. ഇതൊക്കെ നമ്മൾ ആ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. That chart is a summary of everything that is given over here. Grant of registration ആണെങ്കിൽ 10,000 rupees ഫീസ് CGക്ക് റിവൈസ് ചെയ്യാൻ പറ്റും from time to time. That is regarding rule 9. അപ്പോൾ അവിടെയുള്ള ഫോം നമ്പർ
പുതിയ പ്രിസ്ക്രൈബ് ചെയ്തതാണ്, അത് ഇലക്ട്രോണിക് ഫോമിൽ കൊടുക്കാം എന്നുള്ളതും പുതിയ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഇതാണ് ഈ മെൻഷൻ ചെയ്തതിന്റെ എല്ലാത്തിന്റെയും സമ്മറി. ഇൻ കേസ് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അത് ഫുള്ളൊന്ന് വായിച്ചു തരാം. Then 9A, permission for receipt of foreign contribution and application for obtaining prior permission. Rupees 1 crore or more, obtaining prior permission. ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, അസ്യൂം നിങ്ങൾ പ്രയർ പെർമിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, രജിസ്ട്രേഷൻ അല്ല, പ്രയർ പെർമിഷൻ. സോ വി നോ ദാറ്റ് പ്രയർ പെർമിഷൻ ഒരു വൺ ടൈം ആണ്. പക്ഷേ ഈ കിട്ടാൻ പോണ പ്രയർ പെർമിഷന് നിങ്ങൾക്ക് കിട്ടാൻ പോണ ഫോറിൻ ഡൊണേഷന് ഓവർ റുപ്പീസ് 1 crore ആണ്. കിട്ടാൻ പോണ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇറ്റ് ഇസ് മോർ ദൻ റുപ്പീസ് 1 crore. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സിലാണ് കിട്ടാൻ പോകുന്നത്. ഇൻ ദിസ് കേസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സിൽ ഈ 1 crore rupees അബവ് ഉള്ള എമൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ഫോർ ദാറ്റ്. റിമെമ്പർ, ഈ പ്രൊവിഷൻസ് പറഞ്ഞ 9A പറയുന്നത് യു ആർ അപ്ലൈയിങ് ഫോർ പ്രയർ പെർമിഷൻ. പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് മോർ ദൻ 1 crore rupees ആണ്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. നിങ്ങൾക്ക് സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ അതിന്റെ മുന്നേ കിട്ടിയ ഇൻസ്റ്റാൾമെന്റിന്റെ 75% നിങ്ങൾ ഈ പറഞ്ഞ പെർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. ആൻഡ് അതിന്റെ ഒരു ഫീൽഡ് എൻക്വയറി ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ അതും ഗവൺമെന്റ് നടത്തിയിട്ട് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സിൽ ഒബ്റ്റെയിൻ ചെയ്യാം amount more than 1 crore. If the value of foreign contribution on the date of final disposal of application for obtaining prior permission is over rupees 1 crore, the CG may permit receipt of foreign contribution in such installments as it deems fit. Allow ചെയ്യാൻ പറ്റും, provided that the second and subsequent installments shall be released after submission of proof of utilization of 75% of foreign contribution received in previous installment. മുന്നത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയതിന്റെ 75% യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രൂഫ് കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ എ ഫീൽഡ് എൻക്വയറി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ, അതിന്റെ ഫീൽഡ് എൻക്വയറി നടത്തും. എന്നിട്ട് നിങ്ങൾക്ക് സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ. വാലിഡിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ രജിസ്ട്രേഷൻ ആണ് അപ്ലൈ ചെയ്ത്, പ്രയർ പെർമിഷൻ അല്ല. ഇൻ ദാറ്റ് കേസ് അതിന്റെ വാലിഡിറ്റി എത്ര? 5 വർഷം. എവറി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് ടു എ പേഴ്സൺ അണ്ടർ ദി ആക്ട് ഷാൽ ബി വാലിഡ് ഫോർ പീരിയഡ് ഓഫ് 5 years. പിന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 14A പ്രകാരം നിങ്ങൾ സറണ്ടർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അത് CG അത് ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത ദിവസമാണ് അത് സറണ്ടേർഡ് ആവുക. നത്തിങ് മച്ച് ഓവർ ദർ. റൂൾ 11 അമെൻമെന്റ് ഒന്നുമില്ല. റൂൾ 12 റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ 5 വർഷത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് പുതുക്കുക. അപ്പോൾ അവിടെയും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് പറയണത്? റൂൾ 12 റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എപ്പോഴാണ് നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടത്? ഇവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വിതിൻ 6 months ഫ്രം ദ എക്സ്പയറി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഇറ്റ് ഹാസ് ടു ബി റിന്യൂഡ്. അത് നമ്മൾ എന്താ സബ്മിറ്റ് ചെയ്യുക റിന്യൂവലിന്? FC 3C നമ്മൾ 3A രജിസ്ട്രേഷന്, 3B പ്രയർ പെർമിഷന്, 3C റിന്യൂവലിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഓബിയസ്ലി. ഫീസ് 5,000 rupees ആണ്. രജിസ്ട്രേഷന് നമ്മൾ 10,000 കൊടുത്തിരുന്നത്, റിന്യൂവലിന് 5,000. പിന്നെ പറയണ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് റിന്യൂ ചെയ്തില്ല? എന്തുണ്ടാവുക? ഇഫ് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അക്കൗണ്ടിൽ, റെഗുലേഷൻ ആക്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ അക്കൗണ്ടിലുള്ള ബാലൻസ് ഇതൊക്കെ എന്തുണ്ടാവുക? അത് ഈ ആക്ടിൽ പറഞ്ഞ പ്രിസ്ക്രൈബ് അതോറിറ്റിക്ക് പോകും. ഇറ്റ് ഷാൽ വെസ്റ്റ് വിത്ത് ദി അതോറിറ്റി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ആക്ട്. അതാണ് റൂൾ 6A പറയുന്നത്. ഞാനിവിടെ ഇട്ടതൊക്കെ സീരിയൽ നമ്പർ ആണ്. ഇത് മെൻഷൻ ചെയ്ത 6A എന്നുള്ളത് ഇവിടെയുള്ള റൂൾ നമ്പർ ആണ്. ഇറ്റ് ഇസ് ഗോയിങ് ടു കം. അത് ഇതിന്റെ ഫുള്ള് നോട്ട്സ് പറഞ്ഞു തന്നിട്ട് പിന്നെ വിൽ ഡിസ്കസ്. അപ്പോൾ റിന്യൂവലിന് നമ്മൾ FC 3C സബ്മിറ്റ് ചെയ്യണം, ഫിക്ര അക്കൗണ്ട് ഉണ്ടാവണം, ഫീസ് 5,000 rupees. അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഇൻ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അക്കൗണ്ട്. അൺയൂട്ടിലൈസ്ഡ് ആൻഡ് യൂട്ടിലൈസേഷൻ അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട് പറഞ്ഞല്ലോ. ഒന്ന് ഫണ്ട് വരുമ്പോൾ അത് വരേണ്ടത് ഫിക്ര അക്കൗണ്ട് ആണ്. പിന്നെ യൂട്ടിലൈസേഷൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതിലൊക്കെ വാട്ട് എവർ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ
of a person whose certificate is deemed to have ceased and the assets നിങ്ങൾ ഈ amount വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് വന്നു, അത് വെച്ചിട്ട് നിങ്ങൾ അസറ്റ്സ് ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയ അസറ്റ് ആൻഡ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അക്കൗണ്ടിലുള്ള ബാലൻസും യൂട്ടിലൈസേഷനുള്ള ബാലൻസും എന്തുണ്ടാവുക, ഷാൽ വെസ്റ്റ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അണ്ടർ ദി ആക്ട്. ആക്ട് പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് അവരെ കൺട്രോളിൽ പോകും until the certificate is renewed or fresh registration is granted. If sufficient grounds, നിങ്ങൾക്ക് സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സിന്റെ ബേസിസിൽ നോർമലി നമ്മളെപ്പോഴാണ് റിന്യൂവലിന് കൊടുക്കേണ്ടത്, വിതിൻ 6 months. സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ 6 മാസത്തിൽ ചെയ്യാൻ പറ്റിയില്ല, ബട്ട് നിങ്ങൾക്ക് 6 മാസത്തിൽ ചെയ്യാൻ പറ്റാത്തതിന് സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ഉണ്ട്, ഇൻ ദാറ്റ് കേസ് യു ക്യാൻ റിന്യൂ വിതിൻ 1 year. ലേറ്റ് ഫീസ് 5,000 rupees. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് റൂൾ 12 മെൻഷൻ ചെയ്യണം. Every certificate of registration issued to the person shall be liable to be renewed after expiry of 5 years from the date of issue on proper application. Application കൊടുക്കണം renewal. An application for renewal of certificate shall be made to CG electronic form FC3C ആണ് form, accompanied by an affidavit. Office bearers and affidavit ഒക്കെ submit ചെയ്യണം within 6 months from the date of expiry of certificate. കൊടുക്കേണ്ടത് within 6 months. Every person seeking renewal of certificate എന്ത് ചെയ്യണം, ഫിക്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇത് അഗൈൻ ട്രാൻസാക്ഷൻ പ്രൊവിഷൻ. An application made for renewal of certificate shall be accompanied by a fees of 5,000 rupees. ഈ പോയിന്റ്സ് ഫുള്ള് ജസ്റ്റ് ഇപ്പോൾ റീഡിങ് കൊടുക്കട്ടെ, അവിടെ എങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഫുള്ള് നോട്ട്സ് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് പോയിന്റ്സ് ഫുള്ള് 5,000 rupees സബ്മിറ്റ് ചെയ്യണം. No person whose certificate of registration has ceased to exist shall either receive or utilize. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ലാപ്സ് ആയി കഴിഞ്ഞാൽ, സീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാനും പാടില്ല, യൂട്ടിലൈസ് ചെയ്യാനും പാടില്ല. ഓബിയസ്ലി അത് പിന്നെ പ്രിസ്ക്രൈബ് അതോറിറ്റിക്ക് വെസ്റ്റ് ചെയ്യും. If no application for renewal of registration is received or application is not accompanied by requisite fee, നിങ്ങൾ ഒന്നെങ്കിൽ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൂടെ ഫീസ് കൊടുത്തിട്ടില്ല, വാലിഡിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി സീസ്ഡ്. ഇപ്പോൾ നിങ്ങൾ 5 വർഷം കഴിഞ്ഞാൽ, 5 വർഷത്തിനാണ് ഒറിജിനൽ തന്നത്, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫീസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യും. റിന്യൂവലിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷന് കൂടെ ഫീസ് കൊടുത്തില്ലെങ്കിൽ. 6A ഈ പോയിന്റ് നമ്മൾ പറഞ്ഞു. The amount of foreign contribution lying unutilized in the FICRA account and utilization account of a person whose certificate of registration is deemed to have ceased and assets, 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 നിങ്ങളെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ അക്കൗണ്ടിൽ, 2 നിങ്ങളെ യൂട്ടിലൈസേഷൻ അക്കൗണ്ടിൽ, 3 നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അസറ്റ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഷാൽ വെസ്റ്റ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അണ്ടർ ദി ആക്ട് അൺടിൽ ദ സർട്ടിഫിക്കറ്റ് ഇസ് റിന്യൂഡ് ഓർ ഫ്രഷ് രജിസ്ട്രേഷൻ ഈസ് ഗ്രാൻറ്റഡ് ബൈ CG. CG നിങ്ങൾക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ തരുന്നവരെ, അല്ലെങ്കിൽ ഇത് റിന്യൂ ചെയ്യുന്നവരെ അത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയുടെ കൺട്രോളിലാണ് പോവുക. In case person provides sufficient grounds in writing explanation for reasons for not submitting certificate of registration for renewal within the stipulated time, എത്ര 6 മാസം, application may be accepted. 5,000 rupees, not later than 1 year, 1 year maximum. ഏത് ലേറ്റ് റിന്യൂവലിന്റെ കാര്യം പറഞ്ഞു. നോർമലി 6 മാസത്തിനുള്ളിൽ, ലേറ്റ് റിന്യൂവൽ 1 ഇയറിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്യാം, CGക്ക് അക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് സഫീഷ്യൻറ്റ് കോസ് ഉണ്ടെങ്കിൽ. So that was regarding rule 12. Rule 13, declaration of receipt of foreign contribution, അതിൽ അമെൻമെന്റ് ഒന്നുമില്ല. റൂൾ 14 അമെൻമെന്റ് ഒന്നുമില്ല. ഇതൊക്കെ ഫുൾ ആസെറ്റ് ഇവിടെ പ്രസന്റ് ചെയ്താണ്. റൂൾ 15 അമെൻമെന്റ് ഒന്നുമില്ല. വോളണ്ടറി സറണ്ടർ നിങ്ങൾ തന്നെ സറണ്ടർ ചെയ്യാണ്. നിങ്ങൾക്ക് നോർമലി 5 വർഷത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നതാണല്ലോ, അതിന് മുന്നേ നിങ്ങൾ തന്നെ സറണ്ടർ ചെയ്യാണ്. അപ്പോൾ അവിടെ സറണ്ടർ ചെയ്യാനുള്ള ഫോം നമ്പർ FT7, ഇലക്ട്രോണിക് ഫോമിൽ FT7 ആ ഫോം നമ്പർ അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. That was rule 15A. 16 അമെൻമെന്റ് ഒന്നുമില്ല. Intimation of foreign contribution by recipient. Again ഇവിടെയും ജസ്റ്റ് ഒരു അമെൻമെന്റ് വന്നത് ഇലക്ട്രോണിക് ഫോമിൽ.
ഇലക്ട്രോണിക് ഫോമിൽ ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ്. പിന്നെ 17 ഇവിടെ ഒരുപാട് ഫോംസ് പുതിയത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പെർട്ടിക്കുലേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ചേഞ്ച് ഉണ്ടായ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോം നമ്പേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്? നിങ്ങളെ അസോസിയേഷൻ്റെ നെയിമിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ FC6A സബ്മിറ്റ് ചെയ്യണം. ഒബ്ജക്റ്റിൽ മാറ്റം വന്നാൽ 6B, ഫിക്ര അക്കൗണ്ടിൻ്റെ പെർട്ടിക്കുലേഴ്സിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ 6C, യൂട്ടിലൈസേഷൻ അക്കൗണ്ടിൽ മാറ്റം വന്നാൽ 6D, ഓഫീസേഴ്സിൽ മാറ്റം വന്നാൽ 6E. ഇത്രയും ഫോംസ് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. Provided that the change shall be effective only after final approval of CG. CG approval തന്നാലേ change effective ആവുള്ളൂ. A person who has been granted a certificate of registration under section 12 or prior permission under section 11 മേലെ പറഞ്ഞ topics of the act shall intimate in electronic form within 15 days of any change. Name of the association address 6A, nature, aim, objective 6B, bank branch ഫിക്ര അക്കൗണ്ടിന്റെ 6C, ബാങ്ക് ബ്രാഞ്ച് യൂട്ടിലൈസേഷൻ പർപ്പസിന് 6D, 6D നമ്മൾ ഓൾറെഡി യൂട്ടിലൈസേഷൻ അക്കൗണ്ട് അറിയിക്കുന്ന ഫോം നമ്പർ ആണ്. പിന്നെ ഓഫീസ് ബെയറേഴ്സ് കീ ഫംഗ്ഷണറീസ് 6E. ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ഇലക്ട്രോണിക് ഫോമിൽ അറിയിക്കാം എന്നുള്ളത് വേർഡ് ആഡ് ചെയ്തു. 19 മാറ്റൊന്നുമില്ല. 20, 21, 20 റിവിഷൻ. നിങ്ങൾക്ക് അഗേൻസ്റ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലുള്ള അതോറിറ്റി എന്തെങ്കിലും ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റിവിഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഇവിടെ ഫോം നമ്പർ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് പ്ലെയിൻ പേപ്പറിൽ 3000 rupees ഫീസും കൊടുത്തിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അപ്ലൈ ചെയ്യുക റിവിഷന് വേണ്ടിയിട്ട്. അവസാനം an application for revision of an order passed by competent authority under 32 of the Act shall be made to Secretary, Ministry of Home Affairs, Government of India, New Delhi, in plain paper. ഫീസ് 3000 രൂപ. കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്, നിങ്ങൾ എന്തെങ്കിലും ഈ ആക്ടിൽ പറഞ്ഞ ഒഫൻസ് എന്തെങ്കിലും നടന്നു നിങ്ങൾ അത് കോമ്പൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, സെയിം പ്രൊസീജിയർ റിവിഷന് പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പ്ലെയിൻ പേപ്പറിൽ 3000 rupees ഫീസും അടക്കം കൊടുക്കുക. '22 returns by investigating agency amendment ഒന്നുമില്ല. 23 authority to whom application or intimation is to be sent, അവിടെ again same electronic form എന്നുള്ള ആഡ് ചെയ്തു. That's all. 24 omit ചെയ്തു. എന്താണ്? പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫറിങ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ടു എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് എൻറ്റിറ്റിക്ക് പൈസ വന്നിട്ട് പിന്നെ അതൊരു അൺരജിസ്റ്റേർഡ് എൻറ്റിറ്റിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രൊവിഷൻ തന്നെയാണ് ഒഴിവാക്കി. അപ്പോൾ പറ്റൂല, കിട്ടിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല വേറൊരു എൻറ്റിറ്റിക്ക്. അപ്പോൾ അതിൻ്റെ റൂളും ഒഴിവാക്കി. വിത്ത് ദിസ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലുള്ള അമെൻമെൻറ്റ്സും കംപ്ലീറ്റ് ആയി. നമ്മൾ ലാസ്റ്റ് അമെൻമെൻറ്റ് IBCയിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഇതിൽ മേജർ അമെൻമെൻറ്റ് എന്താ? മേജർ അമെൻമെൻറ്റ് പുതിയൊരു ചാപ്റ്റർ ആഡ് ചെയ്തു. ഇതിൽ ചാപ്റ്റർ 3A which talks about Prepackaged Insolvency Resolution Process, PPIRP. എന്താ സംഭവം? നമ്മൾ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ നമുക്ക് ഓൾറെഡി ചാപ്റ്റർ 2 ഉണ്ടായിരുന്നു. Chapter 2 which was talking about CIRP, Corporate Insolvency Resolution Process, CIRP. ഇപ്പോൾ PPIRPയിൽ ചാപ്റ്റർ 3A പറയണത് എന്താണെന്ന് വെച്ചാൽ MSMEസിൻ്റെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന്, ഇൻസോൾവൻസിന്ന് റിസോൾവ് ചെയ്യാൻ പുറത്ത് കൊണ്ടുവരാനുള്ള പ്രോസസ്സിന് ഒരു പുതിയ ചാപ്റ്റർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. MSME ഫസ്റ്റ് ഓഫ് ഓൾ സ്മോൾ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ആണ്. ഇവരെന്താ സംഭവം, ഡെഫിനേഷൻ എന്താ ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഇവരെ ആക്ടിവിറ്റീസ് തന്നെ സ്മോളർ ആയതുകൊണ്ട് ഇവരെ റെസൊല്യൂഷൻ പ്രോസസ്സ് ഒന്നുകൂടി, ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് ബിസിനസ് എഫക്റ്റഡും ആയിരുന്നു. അപ്പോൾ ഇവർക്ക് പ്രൊവിഷൻസ് ഒന്ന് ഈസിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്രൊവിഷൻസ് ആണ് MSMEയുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് PPIRP എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നു. പുതിയൊരു ചാപ്റ്റർ. അപ്പോൾ പുതിയ സെക്ഷൻസ് ഉണ്ട്.
പുതിയ കുറച്ച് ടേംസിന്റെ ഡെഫിനിഷൻസ് ഉണ്ട്. ഓൾ ദോസ് തിങ്സ് ആർ ദെയർ. വി ആർ ഗോയിങ് ടു സീ ദാറ്റ് ഇൻ ദ ചാപ്റ്റർ. അതിന് പുറമെ ഒരു ഒരു ഈ ചാപ്റ്റർ വന്നതിന്റെ ഇമ്പാക്ട് IBCയിൽ വരുത്തിയ ഒരു അമെൻമെന്റ്, IBCയിൽ എവിടേക്ക് CIRP എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അവിടേക്ക് ഇനി മുതൽ PPIRP നമ്മൾ മെൻഷൻ ചെയ്യും. പല സെക്ഷൻസിലും എവിടേക്ക് ആദ്യം CIRP എന്ന് പറഞ്ഞിരുന്നോ CIRP ആൻഡ് PPIRP എന്നുള്ള ഒരു അമെൻമെന്റും ഈ പുതിയ ചാപ്റ്ററിന് പുറമെ മറ്റ് ചാപ്റ്റേഴ്സ് ഓൾറെഡി ഉള്ള ചാപ്റ്റേഴ്സ് സെക്ഷൻസിൽ ഉണ്ടല്ലോ, അവിടെ പല സെക്ഷൻസിലും ഇങ്ങനൊരു അമെൻമെന്റും നമ്മൾ കാണാൻ പോവാണ്. ലെറ്റ്സ് സീ വൺ ബൈ വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ചാപ്റ്റർ എന്നുള്ളത്. ഓർഡിനൻസ് പിന്നെ ആക്ടായി മാറി. സെക്ഷൻ 4 ആപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് പാർട്ട് 2 ഓഫ് ദി കോഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി IBCയിലുള്ള അമെൻമെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 4 എന്ത് അമെൻമെന്റ് ഉണ്ടായത്? സെയിം CIRP എന്ന് പറഞ്ഞ സ്ഥലത്ത് PPIRP എന്നുള്ള വേർഡ് ആഡ് ചെയ്ത്. ആഫ്റ്റർ ദ ഗിവൺ പ്രൊവിസോ ഇൻ ദ സെഡ് സെക്ഷൻ ദ ഫോളോയിങ് പ്രൊവിസോ ഷാൽ ബി ഇൻസർട്ടഡ്. Provided further that CG may, by notification, specify such minimum amount of default of higher value which shall not be more than 1 crore rupees for the matters relating to prepackaged insolvency resolution process of corporate debtors under Chapter 3A. CG amount prescribe ചെയ്യും. മിനിമം അത്ര അമൗണ്ടിന്റെ ഡിഫോൾട്ട് എങ്കിലും ഉണ്ടാവണം, എന്നാലേ ചാപ്റ്റർ 3A പറഞ്ഞിട്ടുള്ള PPIRP പ്രോസസ്സുകൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ MSME എത്ര അമൗണ്ടിന്റെ ഡിഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് PPIRP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. നോർമലി നമ്മൾ CIRP അവിടെ പറഞ്ഞത് 1 crore rupees ആണ് മിനിമം. അത് പറയുന്ന സെക്ഷനാണിത്, സെക്ഷൻ 4. ഇപ്പോ പുതിയ ചാപ്റ്റർ വന്ന സ്ഥിതിക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് പാർട്ട് 2 ഓഫ് ദിസ് കോഡ് എന്നുള്ളത് അവിടെ നമ്മൾ PPIRP ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ആ പറഞ്ഞ പ്രൊവിഷൻ ആണ് ഇപ്പോൾ ചേർത്തത്. വാട്ട് വാസ് ദി ഏർലിയർ പ്രൊവിഷൻ? പേജ് നമ്പർ 6.23 സ്റ്റഡി മെറ്റീരിയലിൽ NCLT അപ്ലൈ ചെയ്യാതെ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി ഈസ് ട്രിഗർഡ് ബൈ ദി ഒക്കറൻസ് ഓഫ് ഡിഫോൾട്ട്. അപ്പോൾ ഡിഫോൾട്ട് എന്താ? നോൺ പേയ്മെന്റ് ഓഫ് ഡെറ്റ്, ഹോള്, പാർട്ട്, അതൊക്കെ ഡിഫോൾട്ട് ആണ്. ആര്? കോർപ്പറേറ്റ് ഡെറ്റർ. The provisions relating to insolvency and liquidation of corporate debtor shall be applicable only when the amount of default is 1 lakh rupees or more. ഇത് ആക്ടിൽ പറഞ്ഞതാണ്. പിന്നെ CGക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും റൂൾസിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തതായിരുന്നു 1 crore rupees. ആർക്ക്? CIRPന്റെ കേസിൽ, കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസിന്റെ കേസിൽ, നമ്മുടെ നോർമൽ കേസിൽ ചാപ്റ്റർ 2 ഓൾറെഡി ഉള്ള ചാപ്റ്റർ 2 പ്രകാരം. However, CG has by notification dated 24th March 2020 raised the threshold value of minimum amount of default to 1 crore rupees as per section 4 of the code. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് നമ്മൾ അമെൻമെന്റ്, ഈ പ്രൊവിസോ. Provided further that CG may by notification specify minimum amount of default of higher value which shall not be more than 1 crore for matters relating to PPIRP of corporate debtors under Chapter 3A. 1 crore exceed ചെയ്യാത്തൊരു amount CGക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത്രയെങ്കിലും അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്താൽ അത്രയെങ്കിലും മിനിമം amount ഉണ്ടായിരിക്കണം ഡിഫോൾട്ട് PPIRP ഇനിഷ്യേറ്റ് ചെയ്യാൻ. അവിടെ നോട്ടിഫൈ ചെയ്ത amount 10 lakh rupees ആണ്. We are going to see all these points in details. ഇപ്പോൾ നമ്മൾ ഇപ്പോഴും PPIRP എന്നുള്ള ചാപ്റ്റർക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ഇപ്പോഴും നമ്മൾ IBC ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IBCയിലെ സെക്ഷൻ 4 വന്ന മാറ്റം PPIRP ഇവിടെ മെൻഷൻ ചെയ്തു, പ്രൊവിസോയിൽ ആഡ് ചെയ്തു. First of all, PPIRP, Prepackaged Insolvency Resolution Process. It is for MSME. MSME ആരാ? അതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ CGക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും മിനിമം എമൗണ്ട്, അത് നോട്ടിഫൈ ചെയ്ത് 10 lakh rupees ആണ്. That is in section 4. Done. സെക്ഷൻ 5 ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം PPIRP ആദ്യം എന്താണെന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഓരോ ഡെഫിനിഷൻസ് പറഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്കും അണ്ടർസ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് വ്യൂ ബെറ്റർ. അപ്പോൾ കുറേ പുതിയ ടേംസ് നമ്മൾ കാണാൻ പോവാണ്. ബേസ് റെസൊല്യൂഷൻ പ്ലാൻ എന്താണ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. PPIRP കോസ്റ്റ്, PPIRP പീരിയഡ്, പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി കമൻസ്മെന്റ് ഡേറ്റ്, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ കാണാം. അതിന് പുറമെ ഡെഫിനിഷനിൽ പല സ്ഥലങ്ങളിൽ വന്ന അമെൻമെന്റ് CIRPന്റെ കൂടെ PPIRP ആഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ബേസ് റെസൊല്യൂഷൻ പ്ലാൻ എന്താ? ഇത് പുതിയൊരു ടേം ആണ്. പിന്നെ സെക്ഷൻ 5 ക്ലോസ് 5 സബ് ക്ലോസ് ബിയിൽ CIRP എന്നുള്ള വേർഡിന് ശേഷം PPIRP എന്നുള്ള വേർഡ് ആഡ് ചെയ്തു. അതേപോലെ ക്ലോസ് 11 CRP എന്നുള്ള വേർഡിന് ശേഷം PPIRP എന്നുള്ള വേർഡ് ആഡ് ചെയ്തു. സോ
സോ ഇങ്ങനെ കുറെ അമെൻമെന്റ്സ് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ന്യൂ ചാപ്റ്റർ. PPIRP പീരിയഡ് എന്നതൊക്കെ നമ്മളെ ചാപ്റ്ററിൽ കാണാൻ പോവാണ്. സെക്ഷൻ 11 പേഴ്സൺസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് ആപ്ലിക്കേഷൻ. ആർക്കൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റൂല? CARPന്റെ കേസിൽ ആർക്കൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റൂല? ഓൾറെഡി ലിക്വിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ CARP ചെയ്ത കമ്പനീസ്, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അമെൻമെന്റ് വന്നത് എന്താ? ഇവിടെ കുറച്ച് പോയിന്റ്സ് ആഡ് ആയി, 2 പുതിയ പോയിന്റ്സ് ആഡ് ആയി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരാനുള്ള കാരണം എന്താ? അഗൈൻ PPIRP കാരണം തന്നെ. ഇവിടെ 3 അമെൻമെന്റ്സ് ഉണ്ട്. ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഇതാണ് നമ്മൾ പഴയ പ്രൊവിഷൻ. ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റേഴ്സ് നോട്ട് എൻറ്റൈറ്റിൽഡ് ഫയൽ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 11. ആരൊക്കെ? കോർപ്പറേറ്റ് ഡെറ്റർ അണ്ടർഗോയിങ് CARP, ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ആൾ, CARP പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ആള് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റൂല. കോർപ്പറേറ്റ് ഡെറ്റർ ഹാവിംഗ് കംപ്ലീറ്റഡ് CARP 12 months ബിഫോർ ദി ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. കഴിഞ്ഞ 12 മാസത്തിനിടയിൽ CARP നടന്നതാണ്, ഇനി വീണ്ടും ചെയ്യാൻ പറ്റില്ല, 12 മാസം ഗ്യാപ്പെങ്കിലും വേണം. കോർപ്പറേറ്റ് ഡെറ്റർ വയലേറ്റിംഗ് ദി ടേംസ് ഓഫ് റെസൊല്യൂഷൻ പ്ലാൻ. റെസൊല്യൂഷൻ പ്ലാൻ NCLT അപ്രൂവ് ചെയ്ത റെസൊല്യൂഷൻ പ്ലാനിലുള്ള ടേംസിലൊക്കെ നിങ്ങളിപ്പോൾ വയലേറ്റ് ചെയ്യാണ്. കോർപ്പറേറ്റ് ഡെറ്റർ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം ലിക്വിഡേഷൻ ഓർഡർ ഹാസ് ബീൻ മെയ്ഡ്. നിങ്ങളെ ലിക്വിഡേഷൻ നടന്നുകൊടുക്കുക, അപ്പോൾ നിങ്ങൾ CARPക്ക് ഇനി അപ്ലൈ ചെയ്യണം, പറ്റൂല. Now ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ in clause A after the word CARP the words PPIRP shall be inserted. നമ്മൾ ഇതുവരെ പറഞ്ഞ നോർമൽ അമെൻമെന്റ് CARP എന്ന് പറഞ്ഞ സ്ഥലത്ത് PPIRP ആഡ് ചെയ്തു, ആ സെന്റൻസ് ആഡ് ചെയ്തു. ഇനി ആഫ്റ്റർ ക്ലോസ് AA shall be inserted. അതേപോലെ ആഫ്റ്റർ ക്ലോസ് BA shall be inserted. I'll just give you a brief idea. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ CIRPയിൽ ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക? ഒന്ന് കോർപ്പറേറ്റ് ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് വരുത്തിയ ആളാണ്. പിന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിനൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ല, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ലോൺ എടുത്തിട്ടുള്ള ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് ലെൻഡ് ചെയ്ത അമൗണ്ട് ലെൻഡ് ചെയ്ത ആൾക്കാർ, അവർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് നമ്മളെ എംപ്ലോയീസ്, നമ്മൾ സാധനം പർച്ചേസ് സപ്ലയേഴ്സ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ്. CARPന്റെ കേസിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു. കോർപ്പറേറ്റ് ഡെറ്റർ ഡിഫോൾട്ട് വരുത്തിയ കമ്പനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും പറ്റും, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനും പറ്റും. PPIRPന്റെ കേസിൽ കോർപ്പറേറ്റ് ഡെറ്ററിന് മാത്രമേ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനോ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇപ്പോൾ ഓരോ ടോപ്പിക് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ചെറിയ ഹിന്റ് തന്നുകൊണ്ട് കേട്ടോ ഈ ചാപ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ MSMEക്കാണ് ഈ ചാപ്റ്റർ ആപ്ലിക്കബിൾ ആവുക നമ്മൾ പറഞ്ഞു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. സെക്കൻഡ്, എത്ര എമൗണ്ട് നമ്മൾ പറഞ്ഞു? മിനിമം 10 lakhന്റെ ഡിഫോൾട്ട് എങ്കിലും ഉണ്ടാവണം, എന്നാലേ ഈ ചാപ്റ്റർ നമുക്ക് PPIRP നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. തേർഡ്, is it always compulsory that MSME 10 lakh rupees ഡിഫോൾട്ട് ഉണ്ടായാൽ PPIRPക്കേ പോകാൻ പാടുള്ളൂ? അതായത് IBCയിൽ നമുക്ക് CARP എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്, PPIRP എന്നുള്ള കോൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ PPIRP മിനിമം 10 lakh rupees ഡിഫോൾട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. CARP നമുക്ക് 1 CR ഡിഫോൾട്ട് ഉണ്ടാവണം നമ്മൾ പറഞ്ഞു. വാട്ട് ഇഫ് ഒരു MSMEക്ക് മോർ ദാൻ 1 crore ഡിഫോൾട്ട് ഉണ്ടായി? ഇസ് ഇറ്റ് കമ്പൽസറി ദാറ്റ് അവർക്ക് PPIRP മാത്രമേ പറ്റുള്ളൂ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് CARPക്കും പറ്റും. So this is an alternate resolution process. ഇത് MSME കമ്പൽസറി ആയിട്ട് ഇതിൽ തന്നെ പോകണം എന്നുള്ളതല്ല പറയണത്. ദർ ഇസ് ദാറ്റ് വേർഡിങ്സ് ഓവർ ഹിയർ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രോയില് നമ്മൾ പേജ് നമ്പർ 21 സ്റ്റാർട്ടിങ്ങിൽ പ്രസിഡന്റ് പ്രൊമൾഗേറ്റഡ് ഓർഡിനൻസ് കാര്യങ്ങൾ amendment aims to provide efficient alternate. Now focus on these words. The amendment aims to provide efficient alternate insolvency resolution framework for corporate persons classified as micro, small and medium enterprises. അവർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഫ്രെയിംവർക്ക് ആണ് PPIRPയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾട്ടർനേറ്റ് മീനിങ് CARPക്കും പോവാം, PPIRPക്കും പോവാം. Now if you are going for PPIRP, ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? കോർപ്പറേറ്റ് ഡെറ്റർ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന് പറ്റൂല. ആ പോയിന്റ് അവിടെ പറയണത് ഡബിൾ എയിൽ. നമ്മൾ ഹെഡിങ് എന്താ? സെക്ഷൻ 11 പേഴ്സൺസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു മേക്ക് ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ പറഞ്ഞു CARPയിൽ PPIRPയും ഇൻസേർട്ട് ചെയ്തു. ഇനി ആർക്കൊക്കെ പറ്റൂല? ഫോക്കസ് കെയർഫുള്ളി. എ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഓർ എൻ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഓഫ് എ കോർപ്പറേറ്റ് ഡെറ്റർ അണ്ടർഗോയിങ് PPIRP. PPIRP ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ഡെറ്ററിന്റെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിനോ ഓപ്പറേഷൻ ക്രെഡിറ്ററിനോ പറ്റൂല. അതായത് കോർപ്പറേറ്റ് ഡെറ്ററിന് മാത്രമേ പറ്റുള്ളൂ PPIRP. പിന്നെ ആഫ്റ്റർ B ഫോളോയിങ് ഷാൽ ബി ഇൻസർട്ടഡ്. ഇത് സിമിലർ പോയിന്റ് ആണ്. നമ്മൾ CARP കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി പറ്റൂല എന്ന് പറഞ്ഞല്ലോ, 12 മാസം ഗ്യാപ്പ് വേണമെന്നുള്ളത്. അതേ പോയിന്റ് PPIRPക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
A corporate debtor in respect of whom a resolution plan has been approved under Chapter 3A. Chapter 3A ആണ് നമ്മളെ PPIRP ന്റെ ചാപ്റ്റർ. 12 months preceding the date of making application. അപ്പോൾ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ നിങ്ങളെ PPIRPയിൽ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ്ഡ് ആയിരുന്നു NCLTന്റെ അടുത്ത്. 12 മാസം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യാൻ വരാം, അത് പറ്റൂല. സോ ഇവിടെ ഈ 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീണ്ടും 2 പോയിന്റ്സ് കൂടി ആഡ് ചെയ്തു. ആ 2 പോയിന്റ്സ് എപ്പോഴും മെൻഷൻ ചെയ്ത് PPIRPന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് PPIRP AA നമ്മൾ പറഞ്ഞത് PPIRPന്റെ കേസിൽ PPIRP ഫിനാൻഷ്യൽ ക്രെഡിറ്റിന് പറ്റൂല, ഓപ്പറേഷൻ ക്രെഡിറ്റിന് പറ്റൂല. നമ്മൾ ഹെഡിങ് എന്താ? പേഴ്സൺസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഫയൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് പറ്റില്ല, ഓപ്പറേഷൻ ക്രെഡിറ്റ് പറ്റില്ല. പിന്നെ നമ്മൾ BAയിൽ പറയണ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ PPIRP ആപ്ലിക്കേഷൻ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ്ഡ് ആയ ആൾക്കാർക്കും പറ്റൂല. Done. Section 11. Now over here we are going to see what if രണ്ടും വന്നു NCLTന്റെ അടുത്ത്. PPIRPന്റെ ആപ്ലിക്കേഷനും വന്നു, MSMEന്റെ അടുത്ത്, കോർപ്പറേറ്റ് ഡെറ്ററിന്റെ അടുത്ത് നിന്ന്. ആ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ ക്രെഡിറ്റേഴ്സ് CIRPക്കും അപ്ലൈ ചെയ്തു NCLTന്റെ അടുത്ത്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസ്. അസ്യൂം ഒരു MSME മോർ ദാൻ 1 CR ഡിഫോൾട്ട് വരുത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു വി ഹാവ് ബോത്ത് ഓപ്ഷൻസ് നൗ. നമുക്ക് ഒന്നെങ്കിൽ MSMEക്ക് തന്നെ സ്വയം എന്ത് ചെയ്യാം, PPIRPയിൽ അപ്ലൈ ചെയ്യാം. അവിടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഓപ്പറേഷൻ ക്രെഡിറ്ററിന് പറ്റൂല. ഇവരെ ക്രെഡിറ്റേഴ്സിന്, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെറ്ററിന് സ്വയം അവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് CIRPയിൽ അപ്ലൈ ചെയ്യാം. കാരണം PPIRP ഇസ് ആൻ ആൾട്ടർനേറ്റ് റെസൊല്യൂഷൻ പ്രോസസ്, ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. അതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് MSMEന്റെ കേസിൽ. അവർക്ക് ഏതിലും പോവാം. അപ്പോൾ നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, അതായത് NCLT, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് NCLTക്ക് 2 ആപ്ലിക്കേഷൻ വന്നു? PPIRPന്റെ ആപ്ലിക്കേഷൻ വന്നു, MSMEന്റെ സൈഡിൽ നിന്ന്, ക്രെഡിറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് CIRPന്റെ ആപ്ലിക്കേഷൻ വന്നു. അവർ ഏതാ കൺസിഡർ ചെയ്യാന്നുള്ളത്? വി ആർ ഗോയിങ് ടു സീ 3 സിനാരിയോസ് ഓവർ ഹിയർ. ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും PPIRPക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. PPIRP എന്നുള്ള ചാപ്റ്ററിനെ കൊണ്ടുവന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ചെറിയ ലെവലിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒന്നുകൂടി എഫിഷ്യൻ്റ് ആയിട്ട്, ഒന്നുകൂടി ഈസിയർ ആയിട്ട്, ലെസ് എക്സ്പെൻസീവ് ആയിട്ട് ഉള്ളൊരു മെത്തേഡ് PPIRP പ്രിസ്ക്രൈബ് ചെയ്ത സ്ഥിതിക്ക് NCLT എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക PPIRPക്കാണ്. ആൻഡ് ദർ വാസ് എ കോൺസെപ്റ്റ് ദാറ്റ് CIRPന്റെ അവിടെ നമ്മൾ പഠിച്ചിരുന്നത്, NCLTക്ക് CIRPന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിതിൻ 14 days തീരുമാനിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. വിതിൻ 14 days അപ്രൂവ് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് വായിച്ചിട്ട് പറഞ്ഞതായിരിക്കും ബെറ്റർ. 3 സിനാരിയോ നമ്മളെ മുന്നിലെ 1, 2, 3. ഫസ്റ്റ് സിനാരിയോയിൽ പറയണത് PPIRPന്റെ ആപ്ലിക്കേഷൻ വന്നു NCLTന്റെ അടുത്ത്. PPIRPന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് CIRPന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇൻ ദാറ്റ് കേസ് NCLT എന്തായാലും PPIRPക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സിനാരിയോ. സെക്കൻഡ് സിനാരിയോയിൽ പറയണത് CIRPന്റെ ആപ്ലിക്കേഷൻ വന്ന് വിത്തിൻ 14 days, അതായത് NCLT അപ്രൂവ് ചെയ്തിട്ടില്ല ആ പീരീഡ്, വിത്തിൻ 14 days PPIRPന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ NCLT PPIRPക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. തേർഡ് സിനാരിയോ പറയണത് CIRPന്റെ ആപ്ലിക്കേഷൻ വന്നു, 14 days കഴിഞ്ഞു, എന്നിട്ടാണ് PPIRPന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോഴേക്കും ഓൾറെഡി CIRP പ്രകാരം NCLT തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇനി 14 days കഴിഞ്ഞിട്ടാണ് PPIRP വരുന്നത്. നമ്മൾ PPIRPക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിൽ ഗിവ് ഇമ്പോർട്ടൻസ് ടു, വിൽ ഗിവ് റെലവൻസ് ടു CIRP. ഇങ്ങനെയാണ് 3 സിനാരിയോ. ഇതിൽ ഫസ്റ്റത്തെ ഇതിൻ്റെ വേർഡിങ്സിൽ എന്തൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ഇഗ്നോർ ചെയ്യാം. ഐ മീൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ വേർഡ്സ് റിപ്പീറ്റീവ്ലി വന്നിട്ടുണ്ട്. വേർ ആൻ ആപ്ലിക്കേഷൻ ഫയൽഡ് അണ്ടർ സെക്ഷൻ 54C. ഇത് PPIRP ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സെക്ഷനാണ് 54C. നമ്മൾ കാണാൻ പോവാം. ഇസ് പെൻഡിങ്. The adjudicating authority shall pass applications under section and order to admit, ഇതൊക്കെ പറഞ്ഞത് എന്തൊക്കെ വന്നിട്ടുണ്ട്, under section and order to admit or reject such application before 54C and under considering any application filed under 7 or 9 or 10 during the pendency of such section 9 or application under 54C in respect of point. അത് ഫുൾ എന്തൊക്കെ മിക്സ് ആയിട്ട് 7 or 9 or 10 എന്തൊക്കെ, അതായത് ഈ 7, 9, 10 ഫുള്ള് CIRPന്റെ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് വെച്ചാൽ PPIRPന്റെ ആപ്ലിക്കേഷൻ ആദ്യം വന്നിട്ട് പിന്നെയാണ് CIRPന്റെ വരുന്നത്. PPIRPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ NCLT.
ഫസ്റ്റ് പോയിന്റ്. Where an application under 54C, the PPIRP in the initiation application, PPIRP, is filed within 14 days of filing any application under section 7 or 9 or 10. What is the scenario over here? ഇവിടെ CIRP ന്റെ application വന്ന് within 14 days PPIRP ന്റെ application വരികയാണ് NCLT ന്റെ അടുത്ത്, which is pending. ഈ CIRP ന്റെ application pending ആണ് in respect of same corporate debtor, ഒരേ corporate debtor. അപ്പോൾ PPIRP ആ corporate debtor application കൊടുത്തു, CIRP ന്റെ application creditors കൊടുത്തു, more than 1 crore ഡിഫോൾട്ടിന്റെ കേസ് ആയിരുന്നു. Then notwithstanding anything contained in 7, 9 or 10, അതായത് CIRP നെ ബന്ധപ്പെട്ട സെക്ഷൻസിനോടൊക്കെ പോയി പണി വെക്കാൻ. നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് പറയുന്ന സെക്ഷനാണ് ഓവർ റൈഡിംഗ് സെക്ഷൻ, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. CIRP ന്റെ സെക്ഷൻസിനോടൊക്കെ പോയി പണി വെക്കാൻ പറയാം. ദി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷാൽ ഫസ്റ്റ് ഡിസ്പോസ് ഓഫ് ദി ആപ്ലിക്കേഷൻ അണ്ടർ 54C, അതായത് PPIRP ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. Third, where an application under 54C is filed after 14 days of filing any application under section 7 or 9 or 10. CIRP വന്ന് 14 ദിവസം കഴിഞ്ഞിട്ടാണ് PPIRP ന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇൻ ദാറ്റ് കേസ് ഓൾറെഡി NCLT തീരുമാനം എടുക്കാനുള്ള ടൈം കഴിഞ്ഞ്, അവിടെ മാത്രം CIRPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ 3 സിനാരിയോയിൽ നമ്മൾ 2 സിനാരിയോയിലും PPIRPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കണ്ട്. ഒന്ന് ആദ്യം PPIRP വന്നു, PPIRPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. CIRP വന്ന് വിത്തിൻ 14 ഡേയ്സ് PPIRP വന്ന് CIRP ന്റെ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിരുന്നു, അപ്പോഴും PPIRPക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റത്തെ സിനാരിയോയിൽ മാത്രം വെൻ PPIRP came after 14 days of the application CIRP, അവിടെ മാത്രം CIRPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. The adjudicating authority shall first dispose of the application under section 7, 9 or 10. ഈ ഓർഡിനൻസ് വരുന്ന സമയത്ത് ഏതൊക്കെ പെൻഡിങ് ആപ്ലിക്കേഷൻസ് CIRP ഉണ്ടോ അതൊക്കെ CIRPക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരു ട്രാൻസിഷണൽ പ്രൊവിഷനാണ്. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവില്ല ഫോർ ആപ്ലിക്കേഷൻ അണ്ടർ 7, 9 or 10 is filed and pending as on the date of commencement of IBC ordinance. ഈ അമെൻമെന്റ് വന്ന സമയത്ത് എന്തൊക്കെ പെൻഡിങ് ആയിട്ടുള്ള CIRP ന്റെ ആപ്ലിക്കേഷൻ ഉണ്ടോ അവിടെ CIRPക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവില്ല. സെക്ഷൻ 33 and 34 nothing much same, അതായത് CIRP ന്റെ കൂടെ PPIRP എന്നുള്ള വേർഡ് ആഡ് ചെയ്തു, ദാറ്റ്സ് ഓൾ. ഞാൻ ഇവിടെ എന്താ സെക്ഷൻ എന്നുള്ള നമ്മളെ ടെക്സ്റ്റിലെ പേജ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്, ആദ്യം നോക്കാം, ഇത് വായിച്ചു നോക്കാം. Section 33 of the Principal Act, which deals with initiation of liquidation, after the words approved by the adjudicating authority, the words figures in brackets under section 31 or section 54L. 54L ആണ് PPIRP ന്റെ അണ്ടറിലുള്ള ലിക്വിഡേഷന്റെ സെക്ഷൻ. ആ പുതിയ ചാപ്റ്ററിൽ പ്രിസ്ക്രൈബ് ചെയ്ത സെക്ഷൻ ആണ്. ഇത് ഓൾറെഡി ഉള്ള സെക്ഷൻ CIRP അണ്ടറിലുള്ള ലിക്വിഡേഷന്റെ സെക്ഷൻ. അപ്പൊ അതിനുശേഷം PPIRP എന്നുള്ളത് ആഡ് ചെയ്തു. 34ലും സെയിം അമെൻമെന്റ് ആണ്. After the words under chapter 2, അതായത് CIRP ന്റെ chapter 2 or for PPIRP under chapter 3A shall be inserted. അതൊക്കെ എന്താ സംഭവം എന്താ? Section 33 പേജ് നമ്പർ 6.56 സ്റ്റഡി മെറ്റീരിയൽ. Contravention of resolution plan as approved by adjudicating authority. NCLT approve ചെയ്ത resolution planന്റെ contravention നടക്കാണ്. Where the resolution plan approved by NCLT under section 31 or 54L is contravened by corporate debtor, any person other than corporate debtor whose interests are prejudicially affected may make an application to NCLT for liquidation. NCLT approve ചെയ്ത പ്ലാന് contravene ചെയ്തു corporate debtor. അപ്പോൾ പിന്നെ ഇത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് NCLT അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ എ ലിക്വിഡേഷൻ ഓർഡർ. അവിടെ ഈ 54L എന്നൂടെ ആഡ് ചെയ്തു. ഇതെന്തിൻ്റെ ആണ്? ഇത് PPIRP ചാപ്റ്ററിന്റെ സെക്ഷൻ ആണ്, ലിക്വിഡേഷന്റെ സെക്ഷൻ ആണ്. Determination of contravention of provisions of resolution plan. On receipt of application, NCLT determines the CD, that is corporate debtor, has contravened the provisions of resolution plan, it shall pass a liquidation order. അങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടിയാൽ NCLT ഡിറ്റർമൈൻ ചെയ്തിട്ട് കോൺട്രാവെൻ ചെയ്തു, കോർപ്പറേറ്റ് ഡെറ്റർ കോൺട്രാവെൻ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്യും. ഞാനിവിടെ ഫുള്ള് ഷോർട്ട് വേർഡ്സാണ് യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോപ്പിക് ഓൾറെഡി കുറേ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ CD കോർപ്പറേറ്റ് ഡെറ്റർ, PPIRP പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്നൊക്കെയുള്ള ഫുൾ എഴുതാൻ നിന്നാൽ സെൻറ്റൻസ് ഭയങ്കര ലെങ്തി ആവും. 34. Where NCLT passes an order for liquidation of corporate debtor, the resolution professional appointed for CIRP under chapter 2 or ഇതാണ് പുതിയ അഡീഷൻ വന്ന് RP നെ പറ്റിയാണ് പറഞ്ഞത്. ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ RP ഷാൽ സബ്ജക്ട് ദ സബ്മിഷൻസ് ഓഫ് റിട്ടൺ കൺസെന്റ് ബൈ RP to NCLT ഷാൽ ആക്ട് ആസ് ലിക്വിഡേറ്റർ. നമ്മുടെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ തന്നെ ലിക്വിഡേഷൻ ഓർഡർ പാസ് ആയി കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ.
അത് പണ്ട് നിയമത്തിൽ എവിടെ പറഞ്ഞ് ചാപ്റ്റർ 2, അതായത് CIRPന്റെ കേസിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇപ്പോൾ PPIRPന്റെ കേസിലും സെയിം പ്രൊവിഷൻ തന്നെയാണ്. NCLT ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ PPIRPയിൽ ഉണ്ടായിരുന്ന റെസൊല്യൂഷൻ പ്രൊഫഷൻ ഇനി മുതൽ ലിക്വിഡേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ കാണാൻ പോകും കേട്ടോ. ആ PPIRP എന്നുള്ള ചാപ്റ്റർ എത്തുമ്പോൾ വി ഗോയിങ് ടു സീ ഇൻ ഡീറ്റെയിൽ. ഇപ്പോൾ IBCയിൽ ചാപ്റ്റർ 3A PPIRP ആ ചാപ്റ്റർ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ സെക്ഷൻസ് എന്തൊക്കെ അമെന്റ്മെന്റ്സ് വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. So that was section 33 and 34. ഇനി നമ്മളെ പുതിയ ചാപ്റ്റർ 3A Prepackaged Insolvency Resolution Process. ഈ ചാപ്റ്ററാണ് നമ്മളെ ടോപ്പിക്കിലെ ലാസ്റ്റ് അമെൻമെന്റ്. വിത്ത് ദിസ് നമ്മളെ എല്ലാ അമെൻമെന്റും കഴിഞ്ഞു. സെക്യൂരിറ്റീസ് ലോവും എക്കണോമിക് ലോവും എല്ലാം കഴിഞ്ഞു. കോർപ്പറേറ്റ് ഡെറ്റർ എലിജിബിൾ ഫോർ പ്രീപാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്. നോക്കാം, ചില സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി ബ്രീഫ്ലി പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ ഇവിടെ നമ്മൾ കാണും, ചിലത് നമ്മൾ പുതിയതായിട്ട് കാണും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള 1 by 1 I'll be discussing. നോക്കാം നമുക്ക്. Section 54A. An application for initiating PPIRP may be made in respect of corporate debtor classified as micro, small or medium enterprises under Section 7, Subsection 1 of Micro, Small or Medium Enterprises Development Act 2006. MSME Development Act 2006-ലെ Section 7, Subsection 1 പ്രകാരം മൈക്രോ, സ്മോൾ ഓർ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ആരെയാണോ ആ ആക്ടിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അവർക്കാണ് IBCയിൽ PPIRP ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക, ആ കോർപ്പറേറ്റ് ഡെറ്ററിന്. അപ്പോൾ ഈ ആക്ടിൽ ആരാണ് MSME? ഇത് നമ്മളെ ഈ അമെൻമെന്റ് മെറ്റീരിയലിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് മെൻഷൻഡ് ഇറ്റ് ഓവർ ഹിയർ. ആരെയാണ് MSME ഡെവലപ്മെന്റ് പ്രകാരം മൈക്രോ, സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്റർപ്രൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത് 2 കണ്ടീഷൻസ് ഉള്ളത്. ഈ 2 കണ്ടീഷൻസും ടുഗദർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെയാണ് നമ്മളൊരു മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയാ? സച്ച് എൻ എന്റർപ്രൈസ് ഹൂസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി does not exceed 1 crore and turnover does not exceed 5 crore. ഇങ്ങനത്തെ ഏതൊക്കെ എൻറ്റിറ്റീസ്? ഇങ്ങനത്തെ കമ്പനീസിനും LLPനും രണ്ടും ഉണ്ടാവും. ഈ can either be company or LLP. സോ മൈക്രോ എന്റർപ്രൈസിന് എപ്പോഴാണ് പറയാ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 കോടി എക്സീഡും ചെയ്യുന്നില്ല ആൻഡ് ടേൺ ഓവർ 5 crore എക്സീഡും ചെയ്യുന്നില്ല. വി ആർ നോട്ട് സെയിങ് ഓർ, വി ആർ സെയിങ് ആൻഡ്. ഇത് രണ്ടും ടുഗദർ സാറ്റിസ്ഫൈ ചെയ്യണം, രണ്ടും എക്സീഡ് ചെയ്യുന്നില്ല. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 10 crore എക്സീഡ് ചെയ്യുന്നില്ല ആൻഡ് ടേൺ ഓവർ 50 crore എക്സീഡ് ചെയ്യുന്നില്ല. മീഡിയം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 50 crore എക്സീഡ് ചെയ്യുന്നില്ല ആൻഡ് ടേൺ ഓവർ 250 crore എക്സീഡ് ചെയ്യുന്നില്ല. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസിൽ ഇവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ അമെൻമെന്റ് മെറ്റീരിയലിൽ ജസ്റ്റ് ഡയറക്ട്ലി ഈ ആക്ടിലേക്ക് റെഫറൻസ് കൊടുക്കുന്നതാണ്. ബട്ട് ഐ വുഡ് സജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക, ഈ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതിലെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ലിമിറ്റ് ഓർത്ത് വെച്ചാൽ തന്നെ പിന്നെ ടേൺ ഓവറിന്റെ ലിമിറ്റ് ഓർത്ത് വെക്കേണ്ട ഒരു പണിയില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ പറഞ്ഞ ലിമിറ്റിന്റെ 5 times ആണ് ടേൺ ഓവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈക്രോന്റെ കേസിൽ 1 crore പ്ലാന്റ് ആൻഡ് മെഷീനറി, ടേൺ ഓവർ 5 crore, അതായത് ഇൻറ്റു 5. സ്മോളിന്റെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 10 crore, അപ്പോൾ അതിന്റെ ഇൻറ്റു 5 50 crore. മീഡിയമിന്റെ കേസിൽ 50 crore പ്ലാന്റ് ആൻഡ് മെഷീനറി, അപ്പോൾ അതിന്റെ ഇൻറ്റു 5 times 250 crore ടേൺ ഓവർ. ഇത് രണ്ടും ടുഗദർ എക്സീഡ് ചെയ്യാത്ത കമ്പനീസിനാണ് വോട്ട് എവർ സോ ആൻഡ് സോ കാറ്റഗറി, മൈക്രോ, സ്മോൾ, മീഡിയം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോയുടെ ഇൻവെസ്റ്റ്മെന്റ് 1 crore എക്സീഡ് ചെയ്യുന്നില്ല, പക്ഷേ ടേൺ ഓവർ 7 crore ആയി, അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സ്മോളിലേക്ക് പോകും. കാരണം കണ്ടീഷൻ പറയുന്നത് ആൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കമ്പനീസ് അല്ലെങ്കിൽ LLPക്ക് ചാപ്റ്റർ 3A ഓഫ് IBC പ്രകാരം PPIRP ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി ഹാഡ് ഓൾസോ മെൻഷൻ സെക്ഷൻ 4 കോർപ്പറേറ്റ് ഡെറ്ററിന് മാത്രമേ പറ്റുള്ളൂ, ഈ പറഞ്ഞ എൻറ്റിറ്റിക്ക് മാത്രം. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന് പറ്റൂല. Without prejudice to subsection 1, an application for initiating PPIRP may be made in respect of corporate debtor who commits a default referred in section 4, subject to following conditions. It has not undergone prepackaged insolvency resolution process or completed corporate insolvency resolution process, as the case may be, during a period of 3 years preceding the initiation date. നിങ്ങൾ ഇപ്പോൾ PPIRP ഇനിഷ്യേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കലും നിങ്ങളെ PIRP
അല്ലെങ്കിൽ PPIRP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഓൾറെഡി CIRP അല്ലെങ്കിൽ PPIRP കംപ്ലീറ്റ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും PPIRP ഇനിഷ്യേറ്റ് ചെയ്യാണ്, അത് പറ്റൂല. റിമെമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? നേരത്തെ നമ്മൾ പീരിയഡ് 12 months നമ്മൾ മെൻഷൻ ചെയ്തത് റെസല്യൂഷൻ അപ്രൂവ് ചെയ്തിട്ട് 12 months എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ persons not entitled to make application, section 11. Corporate debtor in respect of whom resolution plan has been approved under chapter 3A 12 months preceding the date of making application. പ്രാവശ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ട് 12 മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യാണ്, ഇത് പറ്റൂല. ഇവിടെ നമ്മൾ പറയണത് 3 വർഷത്തെ കൂളിംഗ് ഓഫ് പീരീഡ് നിങ്ങൾ CIRP അല്ലെങ്കിൽ PPIRP രണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 വർഷം. It is undergoing CIRP. It is not undergoing. CIRP പോയിക്കൊണ്ടിരിക്കുന്ന ആള് എലിജിബിൾ അല്ല. അപ്പൊ ആരാണ് ഇവിടെ എലിജിബിൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? Eligible. It is not undergoing CIRP. No order of liquidation has been passed. Section 33 പ്രകാരം liquidation order അവർക്ക് against പാസ് ചെയ്തിട്ടില്ല. It is eligible to submit resolution plan under section 29A. 29A ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിജിബിലിറ്റി. നിങ്ങൾ എലിജിബിലിറ്റി അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആവാൻ പാടില്ല, നിങ്ങൾ സെബി നിങ്ങളെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആക്സസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല, കമ്പനീസ് ആക്ടിൽ ഒരു ഡയറക്ടറിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്, പ്ലസ് ആ പറഞ്ഞ ആൾക്കാരൊക്കെ റിലേറ്റീവ്സ് ആവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് 29A പറഞ്ഞ കണ്ടീഷൻസ്, എലിജിബിലിറ്റി കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Financial creditors of the corporate debtor not being related parties representing such number and such manner as may be specified have proposed the name of insolvency professional to be appointed as a resolution professional for conducting PPIRP of corporate debtor, and financial creditors of corporate debtor not being related parties representing not less than 66% vote in value of financial debt due to such creditors have approved the proposal in such form as may be specified. ഇനി നമ്മൾ മെല്ലെ മെല്ലെ ടോപ്പിക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ ബിഫോർ വി പ്രൊസീഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട്, കുറച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് എഴുതിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ PPIRP when we compare CIRP with PPIRP, CIRP നമ്മൾ കണ്ടത് ഫുള്ള് കമ്പനിയുടെ മാനേജ്മെന്റ് കാര്യങ്ങൾ ഫുള്ള് ക്രെഡിറ്റേഴ്സ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. PPIRP since this is a topic that has come from micro, small and medium enterprises, ഇവിടെ ഗവൺമെന്റ് കുറച്ച് ലിബറൽ ആക്കിയിട്ട് പറയാണ്, ഇവിടെ മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജ്മെന്റ് ക്രെഡിറ്റേഴ്സിന്റെ അടുത്തേക്കല്ല പോവുക, ഇവിടെ കോർപ്പറേറ്റ് ഡെറ്റർ തന്നെയാണ് മാനേജ് ചെയ്യുക. അതായത് ആരായിരുന്നോ ആദ്യം മാനേജ് ചെയ്തിരുന്നത് അവർ തന്നെയാണ് കമ്പനി മാനേജ് ചെയ്യുക. ഇവിടെയും റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഒക്കെ വരും, അവരെന്തൊക്കെയാണ് ചെയ്യുക, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റൈറ്റ്സ് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. പക്ഷെ കമ്പനിയുടെ മാനേജ്മെന്റ് കോർപ്പറേറ്റ് ഡെറ്ററുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക. ഓൾറെഡി ഉള്ള മാനേജ്മെന്റ് ടീം തന്നെയാണ് മാനേജ് ചെയ്യുക. ഇൻ ദി കേസ് ഓഫ് PPIRP നോട്ട് വിത്ത് ദി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ കോർപ്പറേറ്റ് ഡെറ്റർ ഇവിടെയും നമ്മൾ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കും. ബട്ട് ദർ ആർ വേരിയസ് ഡിഫറൻസസ് ബിറ്റ്വീൻ CIRP ആൻഡ് PPIRP. PPIRP ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ NCLTക്ക് പോണതിന് മുന്നേ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു MSME തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാന്നുള്ളത്. കോർപ്പറേറ്റ് ഡെറ്ററിനാണ് PPIRPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോർപ്പറേറ്റ് ഡെറ്റർ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അസൈർട്ടൈൻ, ജസ്റ്റ് നിങ്ങൾക്ക് ബ്രീഫ്ലി പറഞ്ഞാൽ ഓരോ പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. കോർപ്പറേറ്റ് ഡെറ്റർ തന്നെ അസൈർട്ടൈൻ ചെയ്യാണ് നമുക്ക് 10 lakh rupees ഉള്ള മിനിമം 10 lakh rupeesന്റെ ഡിഫോൾട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ എന്നിട്ട് റെസൊല്യൂഷൻ PPIRP പ്രീ പാക്കേജ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് അപ്ലൈ ചെയ്യാണ് NCLTന്റെ അടുത്ത്. അങ്ങനെ NCLTന്റെ അടുത്ത് അപ്ലൈ ചെയ്യാൻ പോണതിന് മുന്നേ തന്നെ അവരടുത്ത് ഒരു റെസൊല്യൂഷൻ പ്ലാൻ റെഡി ആയിരിക്കും. ഒരു റെസൊല്യൂഷൻ പ്ലാൻ അവരടുത്ത് ഓൾറെഡി റെഡിയാണ്. അതായത് ഈ കോർപ്പറേറ്റ് ഡെറ്റർ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ പ്ലാനുമായിട്ടാണ് നൗ ദർ ഇസ് എ പീരീഡ് ഓഫ് 90 days ഓവർ ഹിയർ. നിങ്ങൾ NCLTന്റെ അടുത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് 90 days വിച്ച് യു ആർ ഗോയിങ് ടു സീ. എന്തൊക്കെയാണ് 90 daysന്റെ ഇടയിൽ ഉണ്ടാവുക, എന്തൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. NCLTന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ വൺസ് നിങ്ങളെ PPI
കമൻസ്മെന്റ് ഡേറ്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ യു ഗെറ്റ് എ പീരീഡ് ഓഫ് 120 days. ഒരു മൊറട്ടോറിയം പീരീഡ് കിട്ടും 120 days. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പോവാണ്. നമ്മളെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് PIRPയിൽ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിലാണ് കൺട്രോൾ ഉണ്ടാവുക നമ്മൾ പറഞ്ഞത്. PPIRPയിൽ അങ്ങനെയല്ല ഉണ്ടാവുക. PPIRPയിൽ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ ഉണ്ടാവുക. കമ്മിങ് ബാക്ക്, അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ നോട്ട് ബീങ് റിലേറ്റഡ് പാർട്ടീസ്, ഇതൊക്കെ എന്താ സംഭവം? നമ്മളെ റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേര് സെലക്ട് ചെയ്യണമല്ലോ. ഇൻസോൾവൻസി പ്രൊഫഷണൽ ആരാണ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആവുക എന്നുള്ളത് അവരാരാ സെലക്ട് ചെയ്യുക? ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് തന്നെയാണ് സെലക്ട് ചെയ്യുക. ഏത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? കോർപ്പറേറ്റ് ഡെറ്ററിന്റെ റിലേറ്റഡ് അല്ലാത്ത ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ദിസ് വാസ് എ ടോപ്പിക് വിച്ച് വാസ് സിമിലർ ഇൻ CIRP ആസ് വെൽ. അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യുക. നൗ വാട്ട് ഇഫ് നമ്മളെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ കോമ്പോസിഷൻ ഒക്കെ പറയുന്നുണ്ടല്ലോ, അവിടെ പറഞ്ഞ സിമിലർ ടോപ്പിക്. വാട്ട് ഇഫ് ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഒക്കെ റിലേറ്റഡ് പാർട്ടീസ് ആണ്? ഇൻ ദാറ്റ് കേസ് നമ്മൾ ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യാം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്. ഈ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ കോമ്പോസിഷൻ്റെ അവിടെ നമ്മൾ ഈ സാധനം കാണാൻ പോവാണ്. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ ആരൊക്കെ ഉണ്ടാവുക? അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുക. അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ്. അപ്പൊ അതിന് എത്ര ആൾക്കാരുണ്ടാവും? എവറിത്തിങ് ഇസ് ഗോയിങ് ടു കം. അപ്പൊ ഇവര് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലിന് ഈ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് തന്നെ പ്രൊപ്പോസ് ചെയ്യും നമ്മൾ കമ്പനിയുടെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട്. ഫോർ കണ്ടക്ടിങ് ദ PPIRP ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ and the financial creditors of corporate debtor not being related parties representing not less than 66% of value. വോട്ടിംഗ് ആ പറയണത്, എത്ര പെർസെൻറ്റേജ് വോട്ട് വേണം എന്നുള്ളത്. 66% വേണം. PPIRPയിൽ റിമെമ്പർ ആകെ ഒറ്റ പെർസെൻറ്റേജ് ഉള്ളൂ, 66%. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് CIRPയിൽ നമ്മൾ മൾട്ടിപ്പിൾ പെർസെൻറ്റേജസ് 51, 66, 75 എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒറ്റ പെർസെൻറ്റേജ് ഉള്ളൂ, എല്ലായിടത്തും 66% ആണ്. അപ്പോൾ ഇവർ 66% റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട്, വോട്ട് പാസ് ചെയ്തിട്ട്, 66% വാല്യൂ വോട്ട് പാസ് ചെയ്തിട്ട് പ്രോസസ്സ് അപ്രൂവ് ചെയ്യും. NCLTക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്യും. Provided where a corporate debtor does not have financial creditors not being related parties, the proposal and approval under this clause shall be provided by such persons as may be specified. നമ്മൾ കാണാൻ പോവാണ് ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് ആവും. എത്ര ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ്? എവറിത്തിങ് വി ആർ ഗോയിങ് ടു സീ. Majority of directors or partners of corporate debtor as the case may be. ഇതെങ്ങനെ പറയാൻ കാരണം കമ്പനിയുടെ കേസിൽ ഡയറക്ടേഴ്സ്, LLPന്റെ കേസിൽ പാർട്ട്നേഴ്സ്, കോർപ്പറേറ്റ് ഈ രണ്ടിൽ ആരും ആവാം. Will make a declaration in such form as may be specified in the case that the corporate debtor shall file an application for initiating PPIRP within a definite time not exceeding 90 days. ഇതാണ് നമ്മൾ NCLTക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നിലുള്ള 90 ഡേയ്സിന്റെ കോൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. That the pre-packaged insolvency resolution process is not being initiated to defraud any person. നമ്മൾ ഈ PPIRP ഇനിഷ്യേറ്റ് ചെയ്യുന്ന തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ ഡിക്ലറേഷൻ കൊടുക്കും ഡയറക്ടേഴ്സ്. The name of insolvency professional proposed and approved to be appointed as resolution professional അത് നമ്മൾ മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്യണം? കമ്പനി ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. LLP ആണെങ്കിൽ 3/4 അപ്രൂവ് ചെയ്യണം. The members of corporate debtor have passed a special resolution or at least 3/4 of the total number of partners as the case may be of the corporate debtor have passed a resolution approving the filing of an application for initiating PPIRP. NCLTന്റെ അടുത്ത് നമ്മൾ ഈ 90 ഡേയ്സിന്റെ ഇടയിൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോട്ടെ. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം. 90 ഡേയ്സിന്റെ ഇടയിൽ കോർപ്പറേറ്റ് ഡെറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഇവർ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ആദ്യം ഒരു ബേസ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും പറഞ്ഞല്ലോ, ബേസ് റെസൊല്യൂഷൻ പ്ലാൻ. കോർപ്പറേറ്റ് ഡെറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇവർ തമ്മിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബേസ് റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന് പുറമെ അവിടെ വരുന്ന വേറെ ഡോക്യുമെന്റ്സ്, അതായത് കോർപ്പറേറ്റ് ഡെറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യും? ഒരു ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് എന്നുള്ളൊരു സംഭവമുണ്ട്. വിച്ച് ആർ ഗോയിങ് ടു സീ ആരൊക്കെയാണ് നമ്മളെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്. എല്ലാ ക്രെഡിറ്റേഴ്സും, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ്, അവർക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള ലിസ്റ്റ് ഓഫ് ക്ലെയിംസ്. പിന്നെ ഒരു പ്രിലിമിനറി ഇൻഫർമേഷൻ മെമ്മറാൻഡം, കമ്പനിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഫുള്ള് കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെന്റ്. ആൻഡ് ദെൻ ഈ കോർപ്പറേറ്റ് ഡെറ്റർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനോട് ചോദിക്കും നമ്മൾ ഏത് ഇൻസോൾവൻസി പ്രൊഫഷണലിനെയാണ് നമുക്ക് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനോട് തന്നെ ചോദിക്കും. അവിടെയാണ് നമ്മൾ അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യും,
ഇനി ആണുള്ളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ലെങ്കിൽ ആരാ ഉണ്ടാവുക, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ പറഞ്ഞു. 66% വോട്ട് പാസ് ചെയ്തിട്ട് അവർ റെസൊല്യൂഷൻ പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യും. ഈ കമ്പനി ഫസ്റ്റ് ഓഫ് ഓൾ ഈ MSME കമ്പനി ഓർ LLP വാട്ട് എവർ, അവര് PPIRPക്ക് വില്ലിംഗ് ആണ്, റെഡി ആണ് എന്നുള്ള, PPIRP ഇനിഷ്യേറ്റ് ചെയ്യാം എന്നുള്ള ആ കൺസെന്റ് കമ്പനി ആണെങ്കിൽ SR പാസ് ചെയ്യണം, LLP ആണെങ്കിൽ 3/4 റെസൊല്യൂഷൻ പാസ് ചെയ്യണം, 3/4 ഓഫ് ദി പാർട്ട്നേഴ്സ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അവർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ NCLTക്ക് ഇത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അഗെയിൻ നമ്മളെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അവർ 66% വാല്യൂഡ് റെസൊല്യൂഷനും പാസ് ചെയ്യണം, വോട്ട് ചെയ്യണം. വൺസ് ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ NCLTക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ NCLTൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളെ അടുത്ത് ഓൾറെഡി ഒരു ബേസ് റെസൊല്യൂഷൻ പ്ലാന് റെഡിയാണ്. NCLTൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മൊറട്ടോറിയം പീരീഡ് ഉണ്ടാവും 120 ഡേയ്സിൻ്റെ, and then we'll see what all are going to happen. അപ്പോൾ കോർപ്പറേറ്റ് ഡെറ്റർ കമ്പനി ആണെങ്കിൽ SR പാസ് ചെയ്യണം, LLP ആണെങ്കിൽ 3/4 റെസൊല്യൂഷൻ പാസ് ചെയ്യണം. The corporate debtor shall obtain approval from financial creditors not being related parties representing not less than 66% in value of financial debt due to such creditors for filing an application. നമ്മൾ പറഞ്ഞ ആദ്യം നമ്മൾ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ റെസൊല്യൂഷൻ പാസ് ചെയ്തു, കമ്പനി ആണെങ്കിൽ SR, LLP ആണെങ്കിൽ 3/4, പിന്നെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ അപ്രൂവൽ നമ്മൾ 66%. ഈ ചാപ്റ്ററിൽ എല്ലായിടത്തും 66% ആണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. 66% അവരെ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഡെറ്റ് for filing an application for initiating PPIRP. Provided where the corporate debtor does not have any financial creditors, same operation creditors ആണ് പിന്നെ റെസൊല്യൂഷൻ പാസ് ചെയ്യുക. എത്രയാണ് we are going to see subsequent sectionൽ. NCLTക്ക് പോകുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യുന്നത്. Prior to seeking approval from financial creditors, the corporate debtor shall provide such financial creditors with എന്തൊക്കെ കൊടുക്കും, ഡിക്ലറേഷൻ, മേലെ പറഞ്ഞ ഡിക്ലറേഷൻ, ഞങ്ങൾ 90 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാമെന്നും ക്രെഡിറ്റേഴ്സിനൊന്നും ഡിഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല PPIRP നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്നും എന്നുള്ള ഡിക്ലറേഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ LLPൻ്റെ കേസിലാണെങ്കിൽ 3/4 റെസൊല്യൂഷൻ, BRP ബേസ് റെസൊല്യൂഷൻ പ്ലാൻ which confirms the requirement of 54K. 54K we are going to see. ബേസിക്കലി ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലേ, അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഒക്കെ കൊടുക്കാന്നുള്ള എഗ്രി ചെയ്തിട്ടില്ലേ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ലോസ് ഉണ്ടാവുന്നില്ലല്ലോ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എല്ലാം മെൻഷൻ ചെയ്യുന്നതാണ് 54K. Such other information and documents as may be specified. 54Bയിൽ ഒരു തിയറി ടോപ്പിക്കാണ് പറയുന്നത്, ഡ്യൂട്ടീസ് ഓഫ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ വിച്ച് വിൽ ഡിസ്കസ് ലേറ്റർ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം തിയറി ടോപ്പിക്. ഇനി വി ആർ മൂവിങ് ഓൺ ഡയറക്ട്ലി ടു 54C. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റോറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി NCLTൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ NCLTൻ്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. വേർ ദ കോർപ്പറേറ്റ് ഡെറ്റർ മീറ്റ്സ് ദ റിക്വയർമെന്റ് 54A, മേലെ പറഞ്ഞ 54A ഇപ്പോൾ നമ്മൾ വായിച്ചത്, എ കോർപ്പറേറ്റ് ആപ്ലിക്കൻറ്റ് thereof may file an application with the adjudicating insolvency authority, ധാരാ നമ്മുടെ NCLT, for initiating PPIRP. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കൊടുക്കുക? I have mentioned the points over here. NCLTക്ക് നമ്മൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യണം? ഒന്ന് ഫോം 1 സബ്മിറ്റ് ചെയ്യും, PPIRP ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, along with a fees of 15,000 rupees. ഇനി ഈ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യും? മേലെ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. കോർപ്പറേറ്റ് ഡെറ്റർ കൊടുക്കുന്ന ഡിക്ലറേഷൻ നമ്മൾ NCLTൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. അവർ പാസ് ചെയ്ത റെസൊല്യൂഷൻ, കമ്പനി ആണെങ്കിൽ SR, LLP ആണെങ്കിൽ 3/4 പാസ് ചെയ്ത റെസൊല്യൂഷൻ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പാസ് ചെയ്ത 66%ൻ്റെ വോട്ട് PPIRP ഇനിഷ്യേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പാസ് ചെയ്ത വോട്ട്, നെയിം ഓഫ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആരാന്നുള്ളത്, റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ റിട്ടൺ കൺസെന്റ് ഇൻ ഫോം P1. ഈ ഫോം നമ്പർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ റിട്ടൺ കൺസെന്റ്, അയാൾ RPA ആക്ട് ചെയ്യാൻ റെഡിയാണെന്നുള്ളത്, കമ്പനിയുടെ കഴിഞ്ഞ 2 വർഷത്തെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്യും. ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രൊവിഷണൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ CIRPയിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, സെക്ഷൻ 43, 46, 50 പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്, എക്സോഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഭയങ്കര അൺറീസണബിൾ ആയിട്ടുള്ള ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കമ്പനി ലോൺ എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ ട്രാൻസാക്ഷൻസ് ഒക്കെ, പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ CIRPയിൽ ഡിസ്കസ് ചെയ്ത സിമിലർ പ്രൊവിഷൻസ് അവിടെ പറയുന്നത്. ദി ഓൺലി ഡിഫറൻസ് ഓവർ ഹിയർ ഇസ്, ഇവിടെ CIRP നമ്മൾ അൺലൈക്ക് CIRP ഇവിടെ നമ്മൾ NCLTൻ്റെ അടുത്ത് പോണതിന് മുന്നേ ഒരു പീരിയഡ് 90 ഡേയ്സിൻ്റെ പീരിയഡ്, അവിടെയൊക്കെ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അത് ഡയറക്റ്റ്ലി NCLTക്ക് void ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കോർപ്പറേറ്റ് ഡെറ്റർ പറയാണ് ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 2 വർഷം. A declaration that none of the following transactions happened during the last 2 years എന്നുള്ള ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒന്ന് PPIRP ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, അതിൻ്റെ കൂടെ ഫീസ് 15,000 റുപ്പീസ്, പിന്നെ അതിൻ്റെ അറ്റാച്ച്മെന്റ്സ് നമ്മൾ പറഞ്ഞ് കോർപ്പറേറ്റ് ഡെറ്ററിന്റെ ഡിക്ലറേഷൻ, അവരെ റെസൊല്യൂഷൻ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് റെസൊല്യൂഷൻ, RP ആരാണ് അവരെ കൺസെന്റ്, both these points are regarding resolution, RPയുടെ പേര്, അവരെ കൺസെന്റ്, ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ 3 ട്രാൻസാക്ഷൻസ്, സംഭവിക്കാൻ പാടില്ലാത്ത ട്രാൻസാക്ഷൻസ് നടന്നിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദിസ് ഇസ് 54C, കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. Where a corporate debtor meets the requirement of 54A, a corporate applicant thereof may file an application with NCLT for initiating PPIRP. The application under subsection 1 ഈ മേലെ പറഞ്ഞത് shall be filed in such form containing such particulars as may be prescribed. നമ്മൾ form 1 എന്ന് പറഞ്ഞു, as may be prescribed ആണ് form 1. The corporate applicant shall along with the application furnish എന്തൊക്കെയാ കൊടുക്കും അതിന്റെ കൂടെ? ഡിക്ലറേഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ, കമ്പനി, LLP, as the case may be. The approval of financial creditors for initiating PPIRP, name and written consent of the insolvency professional proposed to be appointed as resolution professional, അവരുടെ പേര്, കൺസെന്റ്. Declaration regarding the existence of any transaction of corporate debtor that may be within the scope of provisions in respect of avoidance of transactions under Chapter 3 or fraudulent or wrongful transactions under Chapter 6. ഇതാണ് നമ്മൾ പറഞ്ഞ അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്, പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ. Information relating to books of accounts of the corporate debtor and such other documents relating to such period as may be specified. ഇത് ഫുള്ള് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ NCLTക്ക് സബ്മിറ്റ് ചെയ്ത് NCLTക്ക് 14 days ടൈം ഉണ്ടാവും ഇനി ഡിസൈഡ് ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത്. 14 ഡേയ്സിനുള്ളിൽ NCLT ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അഡ്മിറ്റ് ചെയ്യും ആപ്ലിക്കേഷൻ ഇഫ് കാര്യങ്ങളൊക്കെ കൊടുത്ത ആപ്ലിക്കേഷനൊക്കെ പെർഫെക്റ്റ് ആണ്, ഇൻഫർമേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആണെങ്കിൽ. ഇൻ കേസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. പക്ഷെ അങ്ങനെ റിജക്ട് ചെയ്യുന്നതിന് മുന്നേ കോർപ്പറേറ്ററിന് അവിടെ ഒരു ചാൻസ് കൊടുക്കും, 7 days ടൈം കൊടുക്കും ഇത് റെക്ടിഫൈ ചെയ്യാൻ. പ്രൊവൈഡഡ് ദാറ്റ് ദി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷാൽ ബിഫോർ റിജക്ടിംഗ് ദി ആപ്ലിക്കേഷൻ ഗിവ് നോട്ടീസ് ടു ദി ആപ്ലിക്കന്റ് to rectify the defect in the application within 7 days from the date of notice. PPIRP shall commence on the date of admission of application. നമ്മൾ രണ്ട് സിനാരിയോ എന്ന് പറഞ്ഞല്ലോ, NCLT ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യുകയാണെങ്കിൽ 7 days ചാൻസ് കൊടുക്കും ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ. ഇനി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതാണ് ഇനി നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളത്. ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് PPIRP ഇവിടെ നമ്മൾ പറഞ്ഞു 120 days. ഈ 120 ഡേയ്സും അഗെയിൻ നമ്മൾ 2 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം NCLTന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ ഒരു 90 ഡേയ്സിന്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. NCLTന്റെ അടുത്ത് പോയി കഴിഞ്ഞു ഇനി 120 ഡേയ്സ് ഉണ്ടാവും. 120 ഡേയ്സിന് മൊറട്ടോറിയം പീരീഡ് ഉണ്ടാവും. മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ പീരീഡിൽ ആർക്കും ഇനി കോർപ്പറേറ്ററിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല, അമൗണ്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റൂല. ഈ 120 ഡേയ്സ് വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് 90-30. ഈ 90 ഡേയ്സിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കിയ പ്ലാന് നമ്മൾ ആൾട്ടർനേറ്റ് പ്ലാൻസ് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്ലാൻസും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ പ്ലാനും ഫുള്ള് കമ്പയർ ചെയ്യും, ഏതാണ് ബെറ്റർ എന്നുള്ളതെല്ലാം നോക്കും. വീണ്ടും നമ്മൾ NCLTന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. അവിടെ NCLTക്ക് 30 days ടൈം ഉണ്ടാവും അപ്രൂവ് ചെയ്യുക റിജക്ട് ചെയ്യുക എന്നുള്ളത്. ലെറ്റ്സ് സീ. The pre-packaged insolvency resolution process shall be completed within a period of 120 days from pre-packaged insolvency commencement date. PPI commencement date, NCLT ആദ്യം അഡ്മിറ്റ് ചെയ്ത ഡേറ്റ്, അവിടെ നിന്നത് സ്റ്റാർട്ട് ചെയ്ത്. Without prejudice to subsection 1, the resolution professional shall submit resolution plan as approved by the committee of creditors to adjudicating authority under subsection 4 or 12 as the case may be of section 54K within a period of 90 days. ഈ 120 ഡേയ്സിൻ്റെ ഉള്ളിലുള്ള 90 ഡേയ്സ് ഈ ടൈമിൻ്റെ ഉള്ളിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് NCLTക്ക് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്ത പ്ലാന് NCLTക്ക് സബ്മിറ്റ് ചെയ്യും വിത്തിൻ 90 days. വി ആർ ഗോയിങ് ടു സി ഓക്കെ ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എങ്ങനെ ഉണ്ടായി, എത്ര ടൈമിനുള്ളിൽ ഉണ്ടായി, അവരുടെ മീറ്റിംഗ് ഇതൊക്കെ വരാൻ പോവാണ്. Where no resolution plan is approved by the committee of creditors within the time period referred to in subsection 2,
RP shall, on the day after the expiry of such time, file an application with the adjudicating authority for termination. Committee of Creditors പ്ലാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും അപ്രൂവ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ RP ഡയറക്ട്ലി NCLT അടുത്ത് അപ്ലൈ ചെയ്യും PPIRP ടെർമിനേറ്റ് ചെയ്യാൻ. 54E Declaration of Moratorium and Public Announcement during PPIRP. The adjudicating authority, അതായത് നമ്മൾ NCLT, shall on the prepackaged insolvency commencement date along with the order of admission under section 54C, നിങ്ങൾ അപ്ലൈ ചെയ്തത് അഡ്മിറ്റ് ചെയ്തു, അപ്രൂവ് ചെയ്തു, അപ്പോൾ ആ ഡേറ്റ് കിട്ടുമ്പോൾ PPI prepackaged insolvency commencement date തുടങ്ങി. ഇനി ഇവിടുന്ന് 120 days ഒരു മൊറട്ടോറിയം പീരീഡ് ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ എ മൊറട്ടോറിയം for the purposes of section 14 subsection 3 which are applied to chapter. What is moratorium? ഈ പീരീഡിൻ്റെ ഇടയിൽ കേസസോ കാര്യങ്ങളോ ഒന്നും കമ്പനിക്ക് അഗേൻസ്റ്റ് ഫയൽ ചെയ്യാൻ പറ്റില്ല, എമൗണ്ട് കിട്ടാനുള്ള ആൾക്കാർക്ക് കമ്പനിയുടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ഈ പ്രോസസ്സ് ഫുള്ള് റെസൊല്യൂഷൻ പ്രൊഫഷണലിന് ഫുള്ള് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു കാം പീരീഡാണ് മൊറട്ടോറിയം പീരീഡ്. അപ്പോയിന്റ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ. നൗ വി ഹാവ് സിമിലർ പോയിന്റ് CIRP-യിലുള്ള RP-ന്റെ അപ്പോയിന്റ്മെന്റ് സിമിലർ പോയിന്റ്സിന് ഇവിടെ ഉള്ളത്. ആരെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതേ പേഴ്സൺ NCLT റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്യും ഇഫ് അയാൾക്ക് അഗേൻസ്റ്റ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒന്നും പെൻഡിങ് ഇല്ലെങ്കിൽ. ഇനി അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ബോർഡ്. ഏതാ ബോർഡ്? നമ്മൾ IBBI, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അവരുടെ റെക്കമെൻഡേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യും NCLT. ഒരു പബ്ലിക് അനൗൺസ്മെന്റും കൊടുക്കും, ഈ കമ്പനിയുടെ PPIRP ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു പബ്ലിക് അനൗൺസ്മെന്റും കൊടുക്കും. The order of moratorium shall have effect from the date of such order till the date on which PPIRP comes to an end. അതുവരെ മൊറട്ടോറിയം ഉണ്ടാവും, മാക്സിമം 120 days. ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് RP, ഇതും അഗെയിൻ പ്യൂർലി തിയറി ടോപ്പിക് ആണ്. വിൽ ഡിസ്കസ് ഇറ്റ് ടുവേർഡ്സ് ദി എൻഡ്. നമ്മളിതിന് മുന്നേ ഒരു ഡ്യൂട്ടീസ് എന്നുള്ള ടോപ്പിക് നമ്മൾ കണ്ടിരുന്നു, നമ്മൾ പെൻഡിങ് വെച്ചത്. അതെന്തായിരുന്നു? അത് നമ്മൾ NCLT-ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് RP-യുടെ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞത് NCLT-ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് RP ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ക തിയറി ടോപ്പിക്. നൗ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് 54G. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ PPIRP-ന്റെ മെയിൻ ടെക്നിക്കൽ ഏരിയാസ് സ്റ്റാർട്ട് ആവുകയാണ്. സോ ഐ ഹാവ് ജസ്റ്റ് പ്രിപ്പയർഡ് സ്റ്റാർട്ട് ഓവർ ഹിയർ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണം എന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് വെൻ വി ഗിവ് എ റീഡിംഗ് നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടും എന്താ സംഭവിക്കണം എന്നുള്ളത്. PPI കമൻസ്മെന്റ് ഡേറ്റ് എന്ന് വിതിൻ 2 days, PPI കമൻസ്മെന്റ് ഡേറ്റ് എന്ന് വിതിൻ 2 days കോർപ്പറേറ്റ് ഡെറ്റർ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് എന്തൊക്കെ കൊടുക്കും? ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് കൊടുക്കും, നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആസ് ഓൺ ഡേറ്റ് നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ്, അവർക്ക് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, എല്ലാ ക്രെഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കോർപ്പറേറ്റ് ഡെറ്റർ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കൊടുക്കും. പ്രിലിമിനറി ഇൻഫർമേഷൻ മെമ്മറാൻഡം കൊടുക്കും, കമ്പനിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെന്റ്. ബേസ് റെസൊല്യൂഷൻ പ്ലാൻ കൊടുക്കും. വാട്ട് ഇസ് 54K നമ്മൾ കാണാൻ പോണ്. ബേസ് റെസൊല്യൂഷൻ പ്ലാൻ NCLT-ന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു പറഞ്ഞല്ലോ, ആ പ്ലാൻ സബ്മിറ്റ് ചെയ്യും. വിതിൻ 7 days, PPI കമൻസ്മെന്റ് ഡേറ്റ് നിന്ന് വിതിൻ 7 days റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ബേസ്ഡ് ഓൺ ലിസ്റ്റ് ഓഫ് ക്ലെയിംസ്. ഈ മേലെ സബ്മിറ്റ് ചെയ്ത ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് ഉണ്ടല്ലോ, ആ ബേസിസിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ഉണ്ടാക്കും റെസൊല്യൂഷൻ പ്രൊഫഷണൽ, കംപ്രൈസിംഗ് ഓഫ് ഓൾ അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഞാൻ ഇവിടെ ഫുൾ അബ്രിവിയേഷൻസ് ഷോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേത് സെന്റൻസ് ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ മെയിൻ വരാൻ പോണ ആൾക്കാർ, റിപ്പീറ്റഡ്ലി വരാൻ പോണ ആൾക്കാർ ഞാനിവിടെ ഇങ്ങനെ ഷോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അൺറിലേറ്റഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഇനി കമ്പനിയിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന് വെച്ചിട്ടാണ് COC ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ആരൊക്കെയാണ് വരിക? 10 ലാർജസ്റ്റ് ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ്, 1 representative of workmen, 1 representative of all employees. ഇവരെ വെച്ചിട്ട് COC ഉണ്ടാക്കും കമ്പനിയിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇല്ലെങ്കിൽ. ഇതെപ്പോഴാണ് നടക്കുക? വിതിൻ 7 days. വിതിൻ 14 days, PPI കമൻസ്മെന്റ് ഡേറ്റ് വിതിൻ 14 days COC-ന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കും. അവിടെ അവരുടെ മുന്നിൽ ആ ബേസ് റെസൊല്യൂഷൻ പ്ലാൻ പ്രസന്റ് ചെയ്യും. നൗ ഇഫ് COC-ക്ക് ബേസ് റെസൊല്യൂഷൻ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല, ഓർ ബേസ് റെസൊല്യൂഷൻ പ്ലാനിൽ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്തിട്ടില്ല, അവർക്ക് ഒരുപാട് എമൗണ്ട്
ലോസ് ഉണ്ടാവുകയാണ്, ഇമ്പയർമെന്റ് ഉണ്ടാവുകയാണ്, കൊടുക്കേണ്ട amount ഒരുപാട് ഇമ്പയർമെന്റ് ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെയൊക്കെ കേസസിൽ RP alternate resolution plans ഇൻവൈറ്റ് ചെയ്യും ഫ്രം പ്രോസ്പെക്റ്റീവ് റെസൊല്യൂഷൻ ആപ്ലിക്കൻസ്. RP ഒരു പബ്ലിക്കേഷൻ കൊടുക്കും, alternate plans ഇൻവൈറ്റ് ചെയ്യും, റെസൊല്യൂഷൻ ആപ്ലിക്കൻസിൻ്റെ അടുത്ത് alternate plans ഇൻവൈറ്റ് ചെയ്യും. COC ഓൾറെഡി ഉള്ള ബേസ് റെസൊല്യൂഷൻ പ്ലാനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന alternate പ്ലാൻസും എല്ലാം പഠിച്ചു നോക്കും. ഇതൊക്കെ നിയമം കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ലോസസ് ഒന്നും ഇല്ലാതെ അവരുടെ ക്ലെയിം എല്ലാം നല്ല രീതിയിൽ ഹാവ് ദേ ബി ടേക്കൺ കെയർ ഓഫ്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള amount, അതിൽ ഇമ്പയർമെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും. COC ഷാൽ ഇവാലുവേറ്റ് ആൻഡ് സെലക്ട് റെസൊല്യൂഷൻ പ്ലാൻ. എന്നിട്ട് അവർ 66% വോട്ടോട് കൂടി ഇത് NCLTക്ക് സബ്മിറ്റ് ചെയ്യും. NCLT വിത്തിൻ 30 days. ഇതൊക്കെ ഏതാ നടക്കുന്നത്, നമ്മളെ PPI കമൻസ്മെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 120 days ഉണ്ടല്ലോ, അവിടെ നമ്മൾ ബ്രേക്കപ്പ് പറഞ്ഞല്ലോ 90-30, ഈ 30 days ആണ് ഇപ്പോൾ മെൻഷൻ ചെയ്യണത്. ആ പ്ലാൻ ഒന്നെങ്കിൽ അപ്രൂവ് അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ PPI കമൻസ്മെന്റ് ഡേറ്റിന് വിത്തിൻ 2 days കോർപ്പറേറ്റ് ഡെറ്റർ RPക്ക് എന്തൊക്കെ കൊടുക്കും, ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് കൊടുക്കും, പ്രിലിമിനറി ഇൻഫർമേഷൻ മെമ്മറാൻഡം കൊടുക്കും, പിന്നെ നമ്മൾ BRP ഉണ്ടാക്കിയ BRPയും കൊടുക്കും. 7 days ഉള്ളിൽ RP COC ഉണ്ടാക്കും കിട്ടിയ ലിസ്റ്റ് ഓഫ് ക്ലെയിംസിന്റെ ബേസിസിൽ. അതിൽ ആരൊക്കെ ഉണ്ടാവുക, കോമ്പോസിഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. 14 days COCന്റെ മീറ്റിംഗ് നടക്കും. അതിലൊന്നെങ്കിൽ ഓൾറെഡി ഉള്ള പ്ലാൻ അപ്രൂവ് ചെയ്യും, ഓർ RP ആൾട്ടർനേറ്റ് പ്ലാൻസ് ഇൻവൈറ്റ് ചെയ്യും. ഇത് ഫുള്ളി വാലിഡേറ്റ് ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യും. NCLT പിന്നെ വിത്തിൻ 30 days ഒന്നെങ്കിൽ അത് അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇതാണ് ഫുൾ ഒരു ഓവർവ്യൂ. Now let's see in detail 54G. The corporate debtor shall within 2 days of the pre-packaged insolvency commencement date submit to the resolution professional following information updated as on that date in such form and manner as specified. എന്തൊക്കെ കൊടുക്കും, ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് കൊടുക്കും, along with details of prospective creditors, their security, interest and guarantees if any. Preliminary information memorandum കൊടുക്കും containing information relevant to the formulation of resolution plan. Where any person has sustained any loss or damage as a consequence. നമ്മൾ ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് ആരെ കൊടുക്കണം, കോർപ്പറേറ്റ് ഡെറ്റർ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഡെറ്റർ മനഃപൂർവ്വം ഏതെങ്കിലും ക്രെഡിറ്റേഴ്സിനെ ലിസ്റ്റിൽ നിന്ന് ഒമിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല, അങ്ങനത്തെ കേസിൽ എന്തുണ്ടാവുക, ആ ഓഫീസേഴ്സ് പണിഷ്മെന്റ് ലയബിൾ ആവും. ക്രെഡിറ്റേഴ്സിന് അവർക്കെതിരെ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. Where any person sustained any loss or damage as a consequence of omission of any material information or inclusion of any misleading information in the list of claims or the preliminary information memorandum. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത 2 documents ഉണ്ടല്ലോ, ലിസ്റ്റ് ഓഫ് ക്ലെയിംസും പ്രിലിമിനറി ഇൻഫർമേഷൻ മെമ്മറാൻഡം. അതിലുള്ള ഒമിഷൻ കാരണം അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ കാരണം, മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ കാരണം ആരെങ്കിലും ലോസ് സഫർ ചെയ്താൽ every person who is a promoter or director or partner of the corporate debtor ഒന്നെങ്കിൽ കമ്പനി ആവാം അല്ലെങ്കിൽ LLP ആവാം. അപ്പോൾ പ്രൊമോട്ടർ or director in the case of company, LLP in the case of partner, as the case may be at the time of submission of the list of claims or the preliminary information memorandum by the corporate debtor or has authorized the submission. സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് ഓതറൈസ് ചെയ്തത്, അവര് shall without prejudice to section 77A be liable to compensate. ലോസ് ഉണ്ടായ ആൾക്കാർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ ലയബിൾ ആവും. ഇനി അവരെ നോളജോട് കൂടി അല്ലാതെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ അവർ ലയബിൾ ആവില്ല, അത് അവർക്ക് റെമഡിയേറ്റ് ആക്ട് ചെയ്യും. പിന്നെ ഇവർക്ക് കോർട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഡാമേജ് ക്ലെയിം ചെയ്താണ് നിങ്ങൾക്ക് കോർട്ട് പോകാൻ പറ്റും എന്നുള്ള അഫക്റ്റഡ് പാർട്ടീസിന്. മാനേജ്മെന്റ് അഗൈൻ ഞാൻ പെൻഡിങ് വെക്കാണ്. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. ഇൻഫാക്ട് ഇവിടെ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിൽ തന്നെയാണ് മാനേജ്മെന്റ് ഉണ്ടാവുക. പക്ഷേ ആ മാനേജ്മെന്റ് കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ കയ്യിലേക്ക് പോകുന്ന കേസും ഉണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക് വി ഗോയിങ് ടു സീ. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂഷൻ ഈ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനാരിയോന്റെ കണ്ടിന്യൂഷനിൽ പോവാ. 54G കഴിഞ്ഞ് 54I കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. The resolution professional shall within 7 days of prepackaged insolvency commencement date constitute a committee of creditors based on the list of claims. മേലെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ക്ലെയിംസിന്റെ ബേസിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാക്കും. Provided that the composition of committee of creditors shall be altered on the basis of updated list of claims in such manner as may be specified. Any such alteration shall not affect the validity of past decisions of committee of creditors. Committee of creditorsന്റെ 66% വോട്ടിന്റെ ബേസിലാണ് തീരുമാനങ്ങൾ എടുക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ വന്ന മാറ്റങ്ങൾ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ വന്ന ലിസ്റ്റ് ഓഫ് ക്ലെയിംസിൽ വന്ന ക്രെഡിറ്റേഴ്സിൽ വന്ന മാറ്റങ്ങൾ, അതിന് മുന്നേ എടുത്ത തീരുമാനങ്ങളൊക്കെ എന്താ ഉണ്ടാവുക, ഈ മാറ്റം വന്നുകൊണ്ട് അതിനെ ബാധിക്കോ? പഴയ തീരുമാനങ്ങളൊന്നും ബാധിക്കൂല. ഈ ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The first meeting of Committee of Creditors shall be held within 7 days of constitution of Committee of Creditors. Provisions of Section 21 അതേപോലെ equally applicable ആവും. Vesting of Management 54J ഇതും 54H ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 54J 54H പ്രകാരം കോർപ്പറേറ്ററിന്റെ കയ്യിൽ തന്നെയാണ് മാനേജ്മെന്റ് ഉണ്ടാവുക. 54J പ്രകാരം അവരെന്തെങ്കിലും ഫ്രോഡ് ചെയ്തു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് വോട്ട് ചെയ്തിട്ട് 66% വോട്ട് ചെയ്തിട്ട് പറയാൻ പറ്റും NCLT-നോട് കോർപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് റെസൊല്യൂഷൻ പ്രൊഫഷനിലേക്ക് മാനേജ്മെന്റ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പിക് അവിടെ ഡിസ്കസ് ചെയ്യണം. ബിഫോർ ദാറ്റ് ഈ 54K നമ്മൾ പ്ലാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പറഞ്ഞല്ലോ, ഇതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വിൽ സി ആ മാനേജ്മെന്റ് പോയിന്റ്. The corporate debtor shall submit a base resolution plan referred to in clause C മേലെ പറഞ്ഞ to the resolution professional within 2 days of PPI commencement date and resolution professional shall present it to committee of creditors. Committee of creditors may provide corporate debtor an opportunity to revise the base resolution plan. Chance കൊടുക്കും. The resolution plans and the base resolution plan submitted under the section shall conform with the requirements. Section 30 പറഞ്ഞ requirements ഒക്കെ നിങ്ങൾ കംപ്ലൈ ചെയ്യണം. Committee of creditors may approve the base resolution plan for the submission to NCLT if it does not impair any claims. Impair എന്നുള്ളത് affect ചെയ്യുക of by the corporate debtor to the operational creditors. Corporate debtor operational creditorsന് കൊടുക്കാനുള്ള ഡെറ്റിനൊന്നും ഇത് ബാധിച്ചിട്ടുണ്ടാവാൻ പാടില്ല. Where the committee of creditors does not approve or the base resolution plan impairs the claim of operational creditors, എന്തുണ്ടാവുക? The resolution professional shall invite prospective resolution applicants to submit a resolution plan or plans to compete with the best base resolution plan. ഓൾറെഡി തന്ന ബേസ് റെസൊല്യൂഷൻ പ്ലാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ബെറ്റർ വൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾട്ടർനേറ്റ് റെസൊല്യൂഷൻ പ്ലാൻസ് ഇൻവൈറ്റ് ചെയ്യും റെസൊല്യൂഷൻ ആപ്ലിക്കൻറ്റ്, റെസൊല്യൂഷൻ പ്രൊഫഷണൽ റെസൊല്യൂഷൻ ആപ്ലിക്കൻസിന് എടുത്ത്. The resolution applicant submitting resolution plan pursuant to invitation shall furnish അവർക്ക് എന്ത് ഫാക്ടേഴ്സിന് ബേസിൽ നിങ്ങൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സുമാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കൊടുക്കും. Resolution professional applicants basis of evaluation relevant information എന്തൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യും. Resolution professional shall present to the committee of creditors for the evaluation. കിട്ടിയ റെസൊല്യൂഷൻ പ്ലാൻസ് എല്ലാം ഇവാലുവേഷന് വേണ്ടി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് അടുത്ത് പ്രസന്റ് ചെയ്യും. RP committee of creditors shall evaluate plan evaluate ചെയ്യും. On the basis of such criteria committee of creditors decide the resolution plan is significantly better. ആദ്യം ഉണ്ടാക്കിയ ബേസ് റെസൊല്യൂഷൻ പ്ലാനിനേക്കാളും ബെറ്റർ ആണ് ഇപ്പോൾ വന്ന പ്ലാൻ എന്നുണ്ടെങ്കിൽ such resolution plan may be selected by the approval under subsection 12. Where resolution plan selected is not considered for approval, does not fulfill the requirements, it shall compete with resolution plan, based resolution plan. One of them shall be selected. ഇതൊക്കെ എല്ലാം ഇവാലുവേറ്റ് ചെയ്താൽ ബെറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാന്നുള്ള പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്. Resolution plan selected for approval may be approved by committee of creditors and for submission to NCLT. ഇവിടെ 54K subsection 4 this is one section to where ഇതിന് മുന്നേ നമ്മൾ റെഫറൻസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ 54K subsection 12 ഇവിടെ 54K subsection 12 ഈ രണ്ട് സെക്ഷനിലേക്ക് നമ്മൾ ഇതിന് മുന്നേ റെഫറൻസ് പറഞ്ഞിരുന്നു. പല സെക്ഷൻസിൽ നമുക്ക് കാണാൻ പോകും ഈ രണ്ട് സെക്ഷനിലേക്കുള്ള റെഫറൻസ്. 54K സബ്സെക്ഷൻ 4 എന്തുണ്ടായേ ബേസ് റെസൊല്യൂഷൻ പ്ലാൻ തന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്തു. 54K സബ്സെക്ഷൻ 12 എന്തുണ്ടായേ ആൾട്ടർനേറ്റ് റെസൊല്യൂഷൻ പ്ലാനാണ് അവർ അപ്രൂവ് ചെയ്തത്. Approval of resolution plan under subsection 4 or subsection 12 as the case may be by committee of creditors shall be by ഇത് എങ്ങനെ അപ്രൂവ് ചെയ്യുക 66% വോട്ടിന്റെ ബേസിസിലാണ് അപ്രൂവ് ചെയ്യുക. അതാ പറഞ്ഞത് ഈ 54K4ഉം 54K12ഉം റിപ്പീറ്റഡ്ലി പല സ്ഥലങ്ങളിലും നമ്മൾ കാണാൻ പോവാണ്. While considering the feasibility, viability, resolution plan, corporate debtor provide the impairment of claims, committee of creditors may require ഇത് പറഞ്ഞത് വെച്ചാല്
ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഷെയർ ഹോൾഡിങ്ങിൽ ക്യാപിറ്റൽ റിഡക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള പോയിന്റ്സ് അവിടെ മെൻഷൻ ചെയ്യണം. നോട്ട് മച്ച് ഓഫ് എ റെലവൻസ്. പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് ഡൈല്യൂട്ട് ചെയ്യാൻ വില്ലിങ് ആവണം. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് എൻ സി എൽ ടിക്ക് സബ്മിറ്റ് ചെയ്യും പ്ലാൻ. എൻ സി എൽ ടി എന്ത് ചെയ്യും? വിതിൻ 30 days അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇനി ഫുള്ള് ചെറിയ ചെറിയ മിസ്സലേനിയസ് ടോപ്പിക്സേ ഉള്ളൂ. എന്തൊക്കെയുള്ളൂ? ഒന്ന് നമ്മുടെ ഡെഫിനിഷൻസ് ഉണ്ട് സെക്ഷൻ 5-ൽ. പിന്നെ റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ ലിക്വിഡേഷനെ പറ്റി പറയാനുണ്ട്. മാനേജ്മെന്റ് ആരുടെ കയ്യിലുണ്ടാവുക എന്നുള്ള തിയറി ടോപ്പിക്. ഇപ്പൊ നമ്മൾ മേജർ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ലിസ്റ്റ് ഓഫ് ക്ലെയിംസിന്റെയും കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെയും ഓവറോൾ സമ്മറിയാണ് നമ്മളിവിടെ ആ ടേബിളിൽ പ്രസന്റ് ചെയ്തിരുന്നത്. Here. I hope that's done. പിന്നെ എന്തൊക്കെയാ പെൻഡിങ് ഉള്ളത്? മാനേജ്മെന്റ് ആരുടെ കയ്യിലുണ്ടാവുക എന്നുള്ളത് വി ഹാഡ് മെൻഷൻഡ്. ഇത് CIRP പോലെ അല്ല, ക്രെഡിറ്റേഴ്സിന്റെ കയ്യിലല്ല മാനേജ്മെന്റ് ഉണ്ടാവുക. ഇവിടെ കോർപ്പറേറ്റ് ഡെറ്റർ തന്നെ, അതായത് പ്രൊമോട്ടേഴ്സ്, ഓഫീസേഴ്സ് അവർ തന്നെയാണ് മാനേജ് ചെയ്യുക. ഡ്യൂറിംഗ് ദ PPIRP period, the management of affairs of corporate debtors shall vest in the board of directors for the partners. ആരാണോ മാനേജ് ചെയ്ത കമ്പനി ആണെങ്കിൽ ഡയറക്ടേഴ്സ്, LLP ആണെങ്കിൽ പാർട്ട്നേഴ്സ്, as the case may be of the corporate debtor, subject to the conditions as may be specified. The board of directors or partners shall make endeavor, അവരെന്ത് ചെയ്യണം? അവർ ട്രൈ ചെയ്യും to protect and preserve the value of the property and manage the operations as a going concern. അവർ കമ്പനിയുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും നോക്കും, കമ്പനിയുടെ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്ത് പോകും, പ്രോപ്പർട്ടി ഒക്കെ പ്രിസർവ് ചെയ്യും. The promoters, members, personnel and partners, as the case may be, of corporate debtors shall exercise and discharge their contractual statutory rights and obligations. നിയമങ്ങളൊക്കെ അവർ കംപ്ലൈ ചെയ്ത് പോകണം, അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ അവർ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് പറയണം. ദാറ്റ് വാസ് റിഗാർഡിംഗ് മാനേജ്മെന്റ് 54H. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും ഇൻട്രോയിൽ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി അവരെ കയ്യിൽ നിന്ന് റെസൊല്യൂഷൻ പ്രൊഫഷനിലേക്ക് മാനേജ്മെന്റ് ഷിഫ്റ്റ് ചെയ്യണം എന്ന് COC അപ്ലൈ ചെയ്യണം. വേർ COC at any time during PPIRP by vote of not less than 66%. ഇവിടെ ആകെ 66% ഉള്ളൂ കേട്ടോ, എല്ലാ വോട്ട്സും 66% ആണ്. Resolved to vest the management of corporate debtor with resolution professional, the resolution professional shall make an application for this purpose to the adjudicating authority in such form and manner as may be specified. On application made, the adjudicating authority is of the opinion the affairs of the corporate debtor have been conducted in fraudulent manner. NCLT സാറ്റിസ്ഫൈഡ് ആവാണ് കമ്പനിയിൽ ഫ്രോഡ് നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കമ്പനിയിൽ ഗ്രോസ് മാനേജ്മെന്റ് നടന്നു. ഈ കേസസിലൊക്കെ എന്ത് ചെയ്യും? NCLT ഓർഡർ പാസ് ചെയ്യും മാനേജ്മെന്റ് റെസൊല്യൂഷൻ പ്രൊഫഷനിലേക്ക് വെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാൻ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ, approval of resolution plan. NCLT എന്ത് ചെയ്യും? 30 ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ബിഫോർ പാസിംഗ് അപ്രൂവൽ, satisfied the resolution plan has provisions for effective implementation. Order of approval കാര്യങ്ങൾ അഡ്ജുഡിക്കുന്നത് satisfy the resolution plan does not conform to the requirements. ഇനി റിക്വയർമെന്റ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഹെറാർക്കി ഒക്കെ പറയുന്നുണ്ട്, ഏത് ഓർഡറിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് CIRP ഡിസ്കസ് ചെയ്യണം. അതേപോലെ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനെയും പ്രോപ്പർലി ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ്. ഇറ്റ് ഇസ് ട്രൂ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എല്ലാ ബെനിഫിറ്റ് കൊടുത്താണ്ട് ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന് എല്ലാ ലോസും സഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് CIRP-യിലും പറയുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെയും എൻഷുർ ചെയ്യും. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്യും. പിന്നെ 54J ബന്ധപ്പെട്ട പോയിന്റ് പറഞ്ഞത്, നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എനിത്തിങ് ടു ദ കോൺട്രാറി കണ്ടെയ്ൻ ഇൻ ദിസ് സെക്ഷൻ വേർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഹാസ് പാസ്ഡ് ആൻ ഓർഡർ അണ്ടർ 54J. ഇതേതാ? ഇത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞ ബേസിസിൽ RP അപ്ലൈ ചെയ്തല്ലോ NCLT-ന്റെ അടുത്ത്. മാനേജ്മെന്റ് ഇനി മുതൽ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിലല്ല, RP-ന്റെ അടുത്ത് വെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ ബേസിസിൽ അവർ ഫ്രോഡ് ചെയ്തു, മിസ്മാനേജ്മെന്റ് ചെയ്തു, ആ ഏരിയ. ആൻഡ് ദ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ്ഡ് ബൈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്
under subsection 4 or subsection 12. Subsection 4 എന്തെന്നു മറ്റേ ബേസ് റെസൊല്യൂഷൻ പ്ലാൻ, subsection 12 എന്തെന്നു alternate plans approve ചെയ്ത കേസ്. As the case may be of 54K does not result in a change in management. ഓൾറെഡി ഉള്ള പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഇവരൊക്കെ ഉടായിപ്പാണ് എന്നുള്ള ബേസിസിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇപ്പോ പുതിയ പ്ലാനിൽ ഇതേ ആൾക്കാർ തന്നെയാണ് മാനേജ്മെന്റിലുള്ളത്, സെയിം ആൾക്കാർ. Does not result in a change in the management or control of corporate debtor to a person who was not a promoter or in the management or control of the corporate debtor. പഴയ ആൾക്കാർ അല്ലാത്ത ആൾക്കാരിലേക്കല്ല ഇപ്പോൾ മാറ്റം പോയത്. പഴയ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും മാനേജ്മെന്റ് പുതിയ റെസൊല്യൂഷൻ പ്ലാൻ പ്രകാരം പഴയ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും മാനേജ്മെന്റ് വെക്കുന്നതെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പാസ് ചെയ്യും. എന്ത് റെസൊല്യൂഷൻ പ്ലാൻ റിജക്ട് ചെയ്യും, ടെർമിനേറ്റ് PPIRP ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്യും, ഡിക്ലെയറിംഗ് PPIRP കോസ്റ്റ് എന്ത് ലിക്വിഡേഷൻ കോസ്റ്റ് ആയിട്ട് ഡിക്ലെയറിംഗ് ചെയ്യും. സോ ഇറ്റ് വിൽ ഡയറക്ട്ലി ലീഡ് ടു ലിക്വിഡേഷൻ ഓർഡർ. 54L ഈ പറഞ്ഞ മേലെ പറഞ്ഞ സെക്ഷനിൽ അതിന്റെ അഗേൻസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റും. ടെർമിനേഷൻ എപ്പോഴൊക്കെയാണ് PPIRP ടെർമിനേറ്റ് ആവുക എന്നുള്ളത് ഐ മെൻഷൻ ഓവർ ഹിയർ. ഒന്നെങ്കിൽ COC എല്ലാ പ്ലാനും റിജക്ട് ചെയ്തു, ഒരു പ്ലാൻ അവർക്ക് ഇഷ്ടമായില്ല, ബേസ് റെസൊല്യൂഷൻ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല, ആൾട്ടർനേറ്റ് പ്ലാൻസും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ 120 days കഴിഞ്ഞു, പ്രീ പാക്കേജ് ഇൻസോൾവൻസി കമൻസ്മെന്റ് ഡേറ്റ് 120 days ആണ് നമുക്ക് മാക്സിമം ഉണ്ടായിരുന്നത്, ആ പീരീഡ് കഴിഞ്ഞു. അല്ലെങ്കിൽ COC തന്നെ ഈ പീരീഡിനുള്ളിൽ ഡിസൈഡ് ചെയ്യാണ്, 66% വോട്ട് പാസ് ചെയ്തിട്ട് PPIRP സ്റ്റോപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാണ്. 54J2 അട്രാക്ട് ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞ കേസ് ഇത് മാനേജ്മെന്റ് നമ്മൾ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് റെസൊല്യൂഷൻ പ്രൊഫഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, പുതിയ പ്ലാനിലും പഴയ മാനേജ്മെന്റ് ടീം തന്നെയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ആണെങ്കിൽ NCLT ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്യാന്ന് പറഞ്ഞ കേസ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ സെക്ഷൻ നമ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ബട്ട് അതിന്റെ കണ്ടെക്സ്റ്റ് ഇതാണ്, അതാണ് ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തത്. ഇനിഷ്യേഷൻ ഓഫ് PPIRP പ്രോസസ്സിന്റെ ഇടയിൽ തന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ PPIRPന്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് തോന്നുന്നത് വർക്ക് ചെയ്യുന്നില്ല, CIRPയിലേക്ക് പോവുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് 66% വോട്ടോട് കൂടി CIRPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, NCLTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. The committee of creditors at any time after the PPI commencement date but before the approval of resolution plan under subsection 4 or subsection 12 നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. As the case may be of 54K by votes of 66% of voting may resolve to initiate CIRP in respect of corporate debtor if the corporate debtor is eligible for CIRP under chapter 2. അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 12 മാസത്തിനിടയിൽ CIRP നടന്നിട്ടുണ്ടാവാൻ പാടില്ല, ഒരു കോഡിന് ഡിഫോൾട്ട് ഉണ്ടാവണം, ഫാക്ടേഴ്സ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. Notwithstanding anything to the contrary contained in chapter 2, where the resolution professional intimates to the adjudicating authority of the decision of the committee of creditors, the adjudicating authority shall within 30 days of the date of intimation, NCLT എന്ത് ചെയ്യും, within 30 days PPIRP ടെർമിനേറ്റ് ചെയ്യും. റെസൊല്യൂഷൻ പ്രൊഫഷണൽ PPIRPയിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ CIRPയിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. PPIRPയിൽ നിങ്ങൾ ഇൻകർ ചെയ്ത കോസ്റ്റുകളൊക്കെ CIRPയിലെ കോസ്റ്റുകളായിട്ട് ട്രീറ്റ് ചെയ്യും. റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ത് ചെയ്യും, റിട്ടൺ കൺസെന്റ് സബ്മിറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി CIRP കമൻസ് ചെയ്യും. നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻസ്, പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതിന്റെ പ്രൊവിഷൻസ് എല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ CIRPയിൽ എന്തൊക്കെയാണോ പീരീഡ് പ്രൊവിഷൻസ് അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് അതൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആവും. $54P is just an interpretation section.
ഈ സെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ വേർഡ്സ് കാര്യങ്ങൾ നിങ്ങൾ റെസ്പെക്റ്റീവ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത്. ഗോയിങ് ബാക്ക്, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ പെൻഡിങ് ഉള്ള പറയാം. ഒന്ന് നമ്മൾ സെക്ഷൻ 5 ഡെഫിനിഷൻസ്, ഇവിടെ പേജ് നമ്പർ 22-ല് ബേസ് റെസൊല്യൂഷൻ പ്ലാൻ എന്താ? മീൻസ് റെസൊല്യൂഷൻ പ്ലാൻ പ്രൊവൈഡഡ് ബൈ ദി കോർപ്പറേറ്റ് ഡെറ്റർ. 54A പറഞ്ഞിട്ടുള്ള പ്ലാന്. 54A എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സുമായിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ NCLTക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയത്ത് മെൻഷൻ ചെയ്യുന്ന പ്ലാൻ. പിന്നെ PRPന്റെ കൂടെ PPIRP ഇൻക്ലൂഡ് ചെയ്തു. ക്ലോസ് 5 എന്താ? ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ഓവർ ഹിയർ. കോർപ്പറേറ്റ് ആപ്ലിക്കന്റിന്റെ അവിടെ. അപ്പോൾ കോർപ്പറേറ്റ് ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോർപ്പറേറ്റ് ഡെറ്റർ, മെമ്പർ ഓർ പാർട്ണർ ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ ഹു ഇസ് ഓതറൈസ്ഡ് ടു മേക്ക് ദി ആപ്ലിക്കേഷൻ ഫോർ CIRP ഓർ PPIRP ആസ് എ കേസ് മേ ബി എന്നുണ്ടല്ലോ, അതാണ് അമെൻമെന്റ്. അവിടെ കോർപ്പറേറ്റ് ആപ്ലിക്കന്റിന്റെ ഡെഫിനിഷനിൽ PPIRP എന്നുള്ളത് ആഡ് ചെയ്തു. Clause 15, after the words process period, the words or by corporate debtor during PPIRP. Clause 15. Clause 11. Clause 11. After the words CARP, the words PPIRP. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അമെൻമെന്റ്സ്? ഇപ്പോൾ ക്ലോസ് 11 ഇന്റിമേഷൻ ഡേറ്റ്, ഇനിസിയേഷൻ ഡേറ്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. ഇനിസിയേഷൻ ഡേറ്റ് മീൻസ് ദ ഡേറ്റ് ഓൺ വിച്ച് FC, corporate applicant or OC as the case may be makes an application. As a financial creditor, corporate applicant, operational creditor as the case may be makes an application to adjudicating authority for initiating CRP or PPIRP. ഇതാണ് നമ്മൾ പ്രീപാക്കേജ് ഇൻസോൾവൻസി കമൻസ്മെന്റ് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, ഇനിസിയേഷൻ ഡേറ്റ്. ഇന്ററിം ഫിനാൻസ്, RP ഈ പ്രോസസ്സിന്റെ ഇടയിൽ റേസ് ചെയ്യണ ഫണ്ട്. ഇന്ററിം ഫിനാൻസ് മീൻസ് എനി ഫിനാൻഷ്യൽ ഡെറ്റ് raised by RP during insolvency resolution process period or corporate debtor during PPIRP period. PPIRP യിൽ കോർപ്പറേറ്റ് ഡെറ്ററിന്റെ കയ്യിലാണ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ ആ പീരീഡിന്റെ ഇടയിൽ റേസ് ചെയ്യുന്ന ഫണ്ട്. ഓഫീസർ ചാപ്റ്റർ 6, ചാപ്റ്റർ 7, ചാപ്റ്റർ 6 ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ചാപ്റ്റർ 7 ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. Means an officer who is in default as defined in section 2 clause 60. The full definition of amendments. Resolution applicant or person to 54K as the case may be. Base resolution plan approve ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ. റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് അവിടെ ആൾട്ടർനേറ്റ് പ്ലാൻസും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. RPക്ക് COC എന്നിട്ട് ഏതാ ബെറ്റർ എന്നുള്ള സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ അവിടെ we have used this word resolution applicant means a person who individually or jointly with other person submits resolution plan to resolution professional person to invitation made or person to 54K as the case may be. 54K നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ബേസിസിൽ നമ്മൾ 54K 12-ഉം സബ്സെക്ഷൻ 12-ഉം സബ്സെക്ഷൻ 4-ഉം തമ്മിൽ നമ്മൾ കമ്പയർ ഒക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയാണ് റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് എന്നുള്ള വേർഡ് വരുന്നത്. റെസൊല്യൂഷൻ പ്രൊഫഷണൽ CIRPയിലുള്ള റെസൊല്യൂഷൻ പ്രൊഫഷണൽ മാത്രമല്ല PPIRPയിലുള്ള റെസൊല്യൂഷൻ പ്രൊഫഷണൽ കൂടെ CIRPന്റെ കൂടെ PPIRP ആഡ് ചെയ്തു. പിന്നെ വരുന്ന ടേംസ് നമ്മൾ പുതിയതായിട്ട് കണ്ട ടേംസ് ഒക്കെ. Preliminary information memorandum means a memorandum submitted by corporate debtor. Prepackaged insolvency commencement date, NCLT approve the date. Admission of application for initiating PPIRP by adjudicating authority. Adjudicating authority ആണ് NCLT. Prepackaged insolvency resolution process cost. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത്? Any interim finance cost incurred for raising such finance. RP ഇടയിൽ വെച്ചിട്ട് റേസ് ചെയ്യുന്ന ഡെറ്റ്. Fees payable to any person, resolution professional, അവരുടെ ഫീസ്. Cost incurred by RP for running the business. Cost incurred, expense of government to facilitate PPIRP, any other cost. ഇതൊക്കെ PPIRP കോസ്റ്റ് പെട്ടു.
ഇനി നമുക്കിതിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡ്യൂട്ടീസ് ഓഫ് സൊല്യൂഷൻ പ്രൊഫഷണൽ ആണ്. PPI കമൻസ്മെന്റ് ഡേറ്റിന് മുന്നുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെ, PPI കമൻസ്മെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ ബിഫോർ ഇനിഷ്യേഷൻ ഓഫ് PPIRP ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് സെക്ഷൻ 54B പേജ് നമ്പർ 26 പക്കാ തിയറി ടോപ്പിക്കാണ്. Insolvency professional proposed to be appointed as RP shall have the following duties: prepare a report in such form as may be specified, confirming whether corporate debtor meets with the requirements of 54A and the base resolution plan conforms with the requirement of 54A. അത് ഇതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുക. 54A പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കിയ ബേസ് റെസൊല്യൂഷൻ പ്ലാനും കോർപ്പറേറ്റ് ഡെറ്ററും. ഫയൽ സച്ച് റിപ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് വിത്ത് ബോർഡ് എന്ന് പറഞ്ഞാൽ IBBI അവർക്ക് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. പെർഫോം സച്ച് അതർ ഡ്യൂട്ടീസ്. The duties of insolvency professional shall cease if corporate debtor fails to file an application for initiating PPIRP within the time specified under the declaration. നമ്മൾ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ PPIRP ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസ് ഉണ്ടല്ലോ, പ്രീ ഇനീഷ്യേഷൻ ഫേസ്, ആ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കോർപ്പറേറ്റ് ഡെറ്റർ ഫെയിലായി ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ. The application for initiating PPIRP is admitted or rejected by adjudicating authority as case may be. അപ്പോൾ ആ കേസിലൊന്നും ഇൻസോൾവൻസി പ്രൊഫഷണൽ പിന്നെ ഒന്നെങ്കിൽ അയാൾ ഇത്രയും നേരം ഇന്ററിം ആയിട്ട് നിൽക്കുക കഴിഞ്ഞാൽ ഫൈനൽ ആവും, റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ട് മാറും. ദ ഫീസ് പേയബിൾ ഫോർ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ത് ചെയ്യും, PPIRPന്റെ കോസ്റ്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യും. And then we have PPIRP സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് 54F പേജ് നമ്പർ 28. Resolution professional shall conduct PPIRP process of corporate debtor during PPIRP period. മാനേജ്മെന്റ് ഒക്കെ പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുക, ഇവർ ഫുള്ള് ഒന്ന് മോണിറ്റർ ചെയ്യും. Resolution professional shall perform the following duties: confirm the list of claims submitted by corporate debtor under 54G, inform creditors regarding their claims as confirmed in clause A, maintain updated list. 3 പോയിന്റ്സും ടോക്കിംഗ് അബൌട്ട് ലിസ്റ്റ് ഓഫ് ക്ലെയിംസ്. കോർപ്പറേറ്റ് ഡെറ്റർ സബ്മിറ്റ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യും, ക്രെഡിറ്റേഴ്സിനെ അറിയിക്കും അവരെ ക്ലെയിമിനെ പറ്റി, ക്ലെയിം അപ്ഡേറ്റ് ലിസ്റ്റ് ഓഫ് ക്ലെയിംസ് അപ്ഡേറ്റ് ചെയ്യും. മോണിറ്റർ മാനേജ്മെന്റ് ആൻഡ് അഫയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ, inform committee of creditors in the event of breach of obligations. ആക്ട് റൂൾസ് ഒക്കെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ അറിയിക്കുക. കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്, അവരെ മീറ്റിംഗ് വിളിക്കുക. അപ്പോൾ മാനേജ്മെന്റ് മോണിറ്റർ ചെയ്യുക, പിന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ അറിയിക്കുക. എന്തെങ്കിലും ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ അവരെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാക്കുക, അവരെ മീറ്റിംഗ് വിളിക്കുക. പ്രിപ്പയർ ഇൻഫർമേഷൻ മെമ്മറാൻഡം ഓൺ ദി ബേസിസ് ഓഫ് പ്രിലിമിനറി ഇൻഫർമേഷൻ മെമ്മറാൻഡം സബ്മിറ്റഡ് അണ്ടർ 54G. ഫയൽ ആപ്ലിക്കേഷൻ ഫോർ അവോയ്ഡൻസ് ഓഫ് ട്രാൻസാക്ഷൻസ്, നമ്മുടെ ഫ്രോഡ്ലന്റ് റോങ്ഫുൾ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി സ്പെസിഫൈഡ്. ഇനി അവർക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ട്, അവർക്ക് കമ്പനിയുടെ ബുക്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിലുള്ള കോർപ്പറേറ്റ് ഡെറ്ററുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ ഇതൊക്കെ എവിടെ പറയണ IBCയിൽ പറയുന്നുണ്ട്. ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, other relevant documents of corporate debtor, attend meetings of members, board of directors, committee of directors, partners as the case may be, appoint accountants, legal or other professionals as specified, collect all the information relating to the assets, information relating to business operations, കഴിഞ്ഞ 2 വർഷത്തെ ഫിനാൻഷ്യൽ ഓപ്പറേഷണൽ പേയ്മെന്റ്സ്, ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇനിഷ്യേഷൻ ഡേറ്റിൽ PPIRP ഇനിഷ്യേറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങളെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഡീറ്റെയിൽസ്, സച്ച് അതർ ഇൻഫർമേഷൻ. Take such other actions as may be specified. From the date of appointment, RP, the financial institutions maintain accounts of corporate debtors shall furnish all the information relating to corporate debtor available with them. Institutions ഒക്കെ അവരുടെ അടുത്തുള്ള ഇൻഫർമേഷൻ RPക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കും. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്, കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒക്കെ RPയുമായിട്ട് അസിസ്റ്റ് ചെയ്യണം എന്നുള്ള പോയിന്റാണ്. അവർ ഡ്യൂട്ടീസ് എക്സസൈസ് ചെയ്യുന്നതിൽ RPയുമായിട്ട് അസിസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം, കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഫീസൊക്കെ PPIRP ഫീസായിട്ട് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും.
That's it. That is all regarding PPIRP. അപ്പോൾ സംഭവം എന്താ, MSMEക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. To sum up, what is the difference between PPIRP and CIRP? PPIRP ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിഫിക്കലി MSMEക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. മിനിമം എമൗണ്ട് ഡിഫോൾട്ട് എത്ര ഇവിടെ ഉണ്ടാവണം? ഇവിടെ 10 lakh ഡിഫോൾട്ട്. CIRPയിൽ 1 CR ഡിഫോൾട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഡിഫോൾട്ടിൻ്റെ എമൗണ്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇവിടെ കോർപ്പറേറ്റ് ഡെറ്ററിന് മാത്രം. CIRPയിൽ കോർപ്പറേറ്റ് ഡെറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പീരിയഡ് എത്രയായിരുന്നു? പീരിയഡ് ഇവിടെ നമ്മൾ പറഞ്ഞു, ഇനിഷ്യേറ്റീവിന് മുന്നുള്ള പീരിയഡ് 90 days, PPI കമൻസ്മെന്റ് ഡേറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് 120 days. CIRPയിൽ എത്ര ഡേയ്സ് ആയിരുന്നു? 180 days, ഫർദർ എക്സ്റ്റെൻഡബിൾ 90 days, അങ്ങനെ 270 days. ബാക്കി എന്തെങ്കിലും ലീഗൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 330 days ആണ്. അപ്പോൾ PPIRP ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്ററുമാണ്. ആൻഡ് ഫാസ്റ്റർ ആവാനുള്ള വൺ ഓഫ് ദി മേജർ റീസൺ നമ്മൾ NCLTയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളടുത്ത് ബേസ് റെസൊല്യൂഷൻ പ്ലാൻ ഒക്കെ റെഡിയാണ്. വോട്ടിംഗ് PPIRPയിൽ എല്ലായിടത്തും നമ്മൾ കണ്ട 66% ആണ്. CIRPയിൽ വി ഹാവ് 51%, 66%, ചില കേസസിൽ 75%, ഇങ്ങനെ പല പെർസെൻറ്റേജസ് വോട്ടിംഗ് ഉണ്ട്. That's it. So that's all regarding the new chapter that was added in IBC, PPIRP, and with this, namala entire amendment session, corporate law session, like I told you, already upload ചെയ്തിരുന്നു. ഇവിടെ സെക്യൂരിറ്റി ലോ, എക്കണോമിക് ലോസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ. റിഗാർഡിങ് നോട്ട്സ് ഞാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഇഫ് പോസിബിൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാൻ നോക്കും. അത് അവൈലബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരട്ടെ. അപ്പോൾ പഠിത്തമൊക്കെ ഉഷാറാക്കി. എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാം.